നിയോജകമണ്ഡലം നോക്കിയപ്പോൾ ആലപ്പുഴ 2 കുറഞ്ഞു. അതായത് പ്രൊഡക്ഷൻ കുറച്ച് സ്ത്രീകളും പുരുഷനും കൂടെ ചേർന്ന്, നമ്മളില്ലേ ഹിന്ദുക്കളല്ലേ, ബോധപൂർവമല്ല, നമ്മളങ്ങോട്ട് പ്രൊഡക്ഷൻ കുറഞ്ഞപ്പോൾ ജനസംഖ്യ കുറഞ്ഞ് 2 സീറ്റ് കുറഞ്ഞു. അതേസമയത്ത് മലപ്പുറത്ത് 4 സീറ്റ് അങ്ങ് കയറി. അപ്പോൾ വാശിയായിട്ട് അവർ പ്രൊഡക്ഷൻ കയറ്റി ജനസംഖ്യ കൂട്ടി. അവരൊന്നായിപ്പോൾ എത്ര സീറ്റിലായി? 18 സീറ്റിൽ ജയിച്ചിട്ടുണ്ട്. 20 സീറ്റ് ഇപ്പോൾ അവർക്കുണ്ട്. ഇപ്പോൾ അനൗൺസ് ചെയ്തിരിക്കുക എത്രയാണ്? ഞങ്ങളുടെ ആ 2 സീറ്റ് വെച്ച് പറയണം, കാരണം ജയിക്കുന്ന സീറ്റ് വേണം, ആ 2 സീറ്റ് വേണ്ട. അപ്പോൾ ആ ജയിക്കുന്ന സീറ്റ് കൂടെ മേടിച്ചാൽ 18 2 20. ഇനി 4 സീറ്റ് തെക്ക് കൂടെ വേണം. അതായത് മലപ്പുറത്ത് മാത്രമല്ല, മലബാർ പ്രദേശത്ത് മാത്രമല്ല, അവർ തിരുക്കൊച്ചി പ്രദേശത്ത് കൂടി 4 വേണം. അതുകൂടെ കിട്ടിക്കഴിയുമ്പോൾ ഇവിടുത്തെ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ മഹാഭൂരിപക്ഷം അവർ കിട്ടും. അവർ കേരളം ഭരിക്കും, മുഖ്യമന്ത്രിവരാകും. ഇങ്ങനെയുള്ള വളരെ തന്ത്രപൂർവമായ ശ്രമങ്ങളുമായി അവർ മുമ്പോട്ട് വന്നു. നമസ്കാരം. വീണ്ടും വിവാദ പരാമർശവുമായി വെള്ളാപ്പള്ളി നടേശൻ. ജനസംഖ്യാ വർധനവ് നടത്തിയാണ് മലപ്പുറത്തെ സീറ്റുകളുടെ എണ്ണം മുസ്ലിം ലീഗ് വർദ്ധിപ്പിച്ചതെന്ന് വെള്ളാപ്പള്ളി ആരോപിക്കുന്നു. അധിക സീറ്റുകൾ വാങ്ങിക്കൊണ്ട് മുഖ്യമന്ത്രി പദത്തിനാണ് മുസ്ലിം ലീഗ് ശ്രമം. കേരളം ഏറെ മുസ്ലിം സ്വാധീന മേഖലയാകുമെന്നും ഏറെ താമസിക്കാതെ മുസ്ലിങ്ങൾ ആധിപത്യം നേടുമെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. 3 മാസം മുൻപ് മലപ്പുറം ഒരു പ്രത്യേക രാജ്യമാണെന്നും മലപ്പുറത്ത് സ്വതന്ത്രമായ വായു ശ്വസിച്ചും സ്വന്തമായി അഭിപ്രായം പറഞ്ഞും ജീവിക്കാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ലെന്നും വെള്ളാപ്പള്ളി ആരോപിച്ചിരുന്നു. വിദ്വേഷ പരാമർശങ്ങൾ ആവർത്തിക്കാൻ വെള്ളാപ്പള്ളിക്ക് ലൈസൻസ് കൊടുത്തത് ആരാണ്? മലപ്പുറത്തെ ശത്രുപക്ഷത്ത് നിർത്തുന്ന വെള്ളാപ്പള്ളിയുടെ അജണ്ട എന്താണ്? പരിശോധിക്കാം. സ്വാഗതം. ഈ ചർച്ചയിൽ ശ്രീ റെജി ലൂക്കോസ്, ഇടത് സഹയാത്രികൻ, ശ്രീ ജോർജ് പൊടിപ്പാറ, മാധ്യമപ്രവർത്തകൻ, ശ്രീ കെ സോമൻ, BJP നേതാവ്, ശ്രീ KP റഹ്മത്തുള്ള, മാധ്യമപ്രവർത്തകൻ എന്നിവരാണ് ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ആദ്യം ശ്രീ റെജി ലൂക്കോസ്. കൃത്യം പറഞ്ഞാൽ 3 മാസങ്ങൾക്ക് മുൻപാണ് നിലമ്പൂർ തെരഞ്ഞെടുപ്പ് ഒക്കെ ഒരുങ്ങുന്ന പശ്ചാത്തലത്തിലായിരുന്നു വെള്ളാപ്പള്ളിയുടെ മലപ്പുറം വിവാദ പരാമർശമുണ്ടായത്. അന്ന് കേസെടുക്കണമെന്ന് നിരവധി കോണുകളിൽ നിന്ന് ആവശ്യമുയർന്നു. കേസെടുത്തില്ല. ശ്രദ്ധിച്ചാൽ മതിയെന്ന് ആദ്യം മുഖ്യമന്ത്രി പറഞ്ഞു. പിന്നീട് ഇതങ്ങനെയല്ല, ഇങ്ങനെയാണെന്ന് മുഖ്യമന്ത്രി വ്യാഖ്യാനിച്ചു. ആദരം അർപ്പിക്കുന്ന ചടങ്ങിൽ പങ്കെടുത്തു. ഒരുപക്ഷെ അതുതന്നെയാകുമോ ഈ പരാമർശങ്ങൾ ആവർത്തിക്കാൻ വെള്ളാപ്പള്ളിയെ പ്രേരിപ്പിക്കുന്നത്? ഇല്ല, നിങ്ങളെങ്ങനെ അതിനെ ആ രീതിയിൽ കണ്ട് വക്രീകരിക്കാൻ ശ്രമിക്കട്ടെ. വെള്ളാപ്പള്ളിയുടെ പ്രസംഗത്തിന് കേരളീയ സമൂഹം 1% പോലും അംഗീകരിക്കുന്നില്ല. വട്ടുപിടിച്ചൊരു മനുഷ്യൻ എന്ന് പറയുന്നത് പച്ചമലയാളം ഞങ്ങളുടെ കോട്ടയം ഭാഷ എന്ന് പറയാൻ പറ്റും. ഇത്രയ്ക്കും വർഗീയത പറയുന്ന ഒരു മനുഷ്യൻ കേരളീയ പൊതുസംസ്കാരത്തിന് അപമാനമാണ്. അദ്ദേഹത്തിനെ എല്ലാ രാഷ്ട്രീയ കക്ഷികളും അദ്ദേഹത്തിന് തോളത്തെടുത്ത് വെക്കുന്നുണ്ട്. ഒരു സമുദായത്തിന് നേതാവ് എന്നുള്ള ബഹുമാനം കൊടുക്കുന്നുണ്ട്. പക്ഷെ ആ ബഹുമാനം അദ്ദേഹം ദുരുപയോഗം ചെയ്തത്. ഇപ്പൊ നമുക്ക് കോഴിക്കോട് മാൻഹോളിൽ ഒരു സഹോദരൻ 2 അന്യസംസ്ഥാന തൊഴിലാളികൾ ആ മാൻഹോളിൽ വീണ് മരണമടയുന്ന ഘട്ടം വന്നപ്പോൾ ഇദ്ദേഹം സ്വന്തം ജീവൻ പോലും പണയം വെച്ച് ഇറങ്ങി അവരെ രക്ഷിക്കുന്നതിനിടയ്ക്ക് ആ പ്രിയപ്പെട്ട സുഹൃത്ത് മരിച്ചുപോയി. അന്ന് അദ്ദേഹം പറഞ്ഞു വിഷലിപ്തമായ വർഗീയത. വാസ്തവമാണ് കേരളമായതുകൊണ്ട് മാത്രമേ ഇതിനൊക്കെ ക്ഷമ കൊടുക്കുന്നത്. വേറെ എവിടെയാണെങ്കിലും വെള്ളാപ്പള്ളി അല്ല. റെജി ലൂക്കോസ്, അന്ന് ക്ഷമിച്ചില്ല. അന്ന് കേസെടുത്തു. ആ വിവാദ പരാമർശത്തിൽ നൌഷാദ് എന്ന യുവാവിന്റെ മരണത്തിൽ നടത്തിയ ആ വിദ്വേഷ പരാമർശത്തിൽ അന്ന് കേസെടുത്തു. അന്ന് UDF-ന്റെ ഭരണമായിരുന്നു, ഉമ്മൻചാണ്ടി ആയിരുന്നു മുഖ്യമന്ത്രി. അന്ന് കേസെടുത്തതാണ്. CPM സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെ കേസെടുക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. ഇല്ല, അതൊക്കെ ശരി. ഞാൻ കേരളീയ പൊതുസമൂഹം എന്നാ പറഞ്ഞത്, അല്ലാണ്ട് സർക്കാർ എന്നല്ല പറഞ്ഞത്. ആ കേസ് അവിടം വരെ എത്തി. ഉമ്മൻചാണ്ടി സർക്കാർ ആ കേസെടുത്തുള്ളവർക്ക് നമുക്ക് വളരെ വ്യക്തമായിട്ട് ഇന്നും കേരളത്തിന് ഒരു നോവായിട്ടാണ് ആ സംഭവം നിൽക്കുന്നത്. ഇതുപോലത്തെയുള്ള മനുഷ്യർക്ക് കേരളത്തില് സത്യം പറയുന്നത് ഇവരൊക്കെയാണ് കേരളത്തിന്റെ ബഹുസ്വരതയെ, കേരളത്തിന്റെ മതേതര ഭാവത്തെ, കേരളത്തിന്റെ മതസൗഹാർദ്ദത്തെ ഇത്രയ്ക്കും മലീമസമാക്കുന്നത്. ഒരു സംശയമില്ല കാര്യം. എനിക്ക് ആ കാര്യത്തിൽ തുറന്നു പറയുന്നതിന് ഒരു മടിയില്ല. ഈ വെള്ളാപ്പള്ളിയിലൊക്കെ റെജി ലൂക്കോസ്, താങ്കൾ തുറന്നു പറഞ്ഞതുകൊണ്ട് മാത്രം കാര്യമുണ്ടോ? നോക്കൂ, ഈ പരാമർശം ഇങ്ങനെ ആവർത്തിക്കപ്പെടുകയാണ്. അപ്പോ കൃത്യമായ നടപടികൾ ഇല്ലാത്തത് കൊണ്ടല്ലേ ഈ പരാമർശങ്ങൾ ആവർത്തിക്കുന്നത്? കഴിഞ്ഞ തവണ പറഞ്ഞത് എന്താണ്? മലപ്പുറത്ത് സ്വതന്ത്രമായി വായു ശ്വസിക്കാൻ പറ്റുന്നില്ല, ജീവിക്കാൻ പറ്റുന്നില്ല, പ്രത്യേക രാജ്യം എന്നതുൾപ്പെടെയുള്ള പരാമർശങ്ങൾ നടത്തി. കേസെടുത്തില്ല എന്നത് പോട്ടെ, മുഖ്യമന്ത്രി പറഞ്ഞത് ശ്രദ്ധിക്കണം എന്ന നിലയിലാണ് ആദ്യം വാർത്താ സമ്മേളനത്തിൽ പറയുന്നത്. പിന്നീട് അദ്ദേഹത്തിന്റെ SNDP യോഗം ജനറൽ സെക്രട്ടറിയായി 30 വർഷം ആഘോഷിക്കുന്ന ചടങ്ങിൽ പങ്കെടുക്കരുത് എന്ന തരത്തിലുള്ള സമ്മർദ്ദമുണ്ടായിരുന്നു. അദ്ദേഹം പങ്കെടുക്കാൻ തീരുമാനിച്ചു. പങ്കെടുത്തപ്പോൾ അദ്ദേഹം എന്താ പറഞ്ഞത്?
അത് വേറെ തെറ്റായ രീതിയിലൊക്കെ വ്യാഖ്യാനിക്കപ്പെട്ടതാണ്. അദ്ദേഹം വ്യാഖ്യാനിച്ചത് ശരിയായ രീതിയിൽ ഒരു പാർട്ടിയാണ് എന്ന് അദ്ദേഹത്തിന് സർട്ടിഫിക്കറ്റ് കൊടുക്കുകയാണ് ചെയ്തത്. അത്തരം പരാമർശങ്ങളെ താങ്കൾ ഇപ്പോൾ നിശിതമായി വിമർശിച്ചു, തള്ളിക്കളഞ്ഞു. മുഖ്യമന്ത്രി ചെയ്തത് അതാണോ? അല്ല, ഞാൻ പറഞ്ഞു, തുടക്കത്തിലെ ഞാൻ പറഞ്ഞു, നിങ്ങളതിനെ വേറെ രീതിയിലേക്ക് കൊണ്ടുവരുന്നുള്ളൂ. കാരണം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതിനു മുമ്പും ഇതുപോലത്തെ മതവിദ്വേഷ പ്രകടനങ്ങൾ നടത്തുന്നവർക്കെതിരെ ശക്തമായ രീതിയിൽ അദ്ദേഹം ഭരണത്തിലുള്ളപ്പോഴും അല്ലാത്തപ്പോഴും ആഞ്ഞടിച്ചിട്ടുണ്ട്. വെള്ളാപ്പള്ളിയെ നടേശനെ ആദരിക്കുക എന്ന് പറഞ്ഞ SNDP-യുടെ ആ ചടങ്ങിനെ, ശ്രീനാരായണ ഗുരുദേവൻ സ്ഥാപിച്ച SNDP-യുടെ അധ്യക്ഷത്തിന് പദത്തിലിരിക്കുന്ന ആളെ ആദരിക്കുന്ന ചടങ്ങിൽ പങ്കെടുത്ത അതൊരു ബഹുസ്വരതയുടെയും അതൊരു സാമാന്യവരുതയുടെയും ഭാഗമാണ്. അതുകൊണ്ട് നിങ്ങൾ അതിനെ ആ രീതിയിൽ കാണേണ്ട കാര്യമില്ല. തന്നെയല്ല, അദ്ദേഹത്തിനെ തള്ളി പറഞ്ഞാൽ വേദിയിൽ വെച്ച് തന്നെ ഈ പറയുന്ന ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ, ഇതൊന്നുമല്ല ഇവിടുത്തെ വിഷയം. ഈ പറയുന്ന വെള്ളാപ്പള്ളി നടേശനെ പോലുള്ള വ്യക്തി നമ്മുടെ സമൂഹത്തിന് പകർന്നു നൽകുന്ന സന്ദേശം എന്താണ്? അതിനെതിരെ കേരളീയ പൊതുസമൂഹം ഒറ്റക്കെട്ടായിട്ട് മത്സരിക്കണം. SNDP യോഗത്തിലെ ബഹുമാനപ്പെട്ട സുഹൃത്തുക്കൾ ആരെങ്കിലും ഇത് അംഗീകരിക്കുമോ? SNDP യോഗത്തിൽ എന്ന് പറയുന്നതും ആ SN ട്രസ്റ്റ് SNDP യോഗം എന്നൊക്കെ പറയുന്നത് കേരളത്തിന്റെ എന്താ പറയാ, നവോത്ഥാന മുന്നേറ്റത്തിനും കേരളീയ സംസ്കാരം നൽകിയ സേവനങ്ങൾ ശ്രീനാരായണ ഗുരുദേവൻ ഉൾപ്പെടെയുള്ളത് നമുക്ക് സ്മരിക്കാൻ പറ്റുമോ? ഈ മനുഷ്യൻ ആ കസേരയിൽ നിന്നുകൊണ്ട് പറയുന്നത് കൊണ്ട് ആ സമൂഹത്തിനെ നമുക്ക് തെറ്റായി കാണാൻ പറ്റും? ഒരിക്കലും കാണാൻ പറ്റില്ല. 1% പോലും കാണാൻ പറ്റത്തില്ല. ഇദ്ദേഹം അവിടെ പോയി പ്രസംഗിച്ചിട്ടോ, ഇടക്കരയിൽ, നിലമ്പൂര് ഏതെങ്കിലും ഒരു വ്യക്തി അത് ഉൾക്കൊണ്ടിട്ടുണ്ടോ? നിങ്ങളൊന്ന് പറയൂ, ഏതെങ്കിലും ഒരു വ്യക്തി ഉൾക്കൊണ്ടിട്ടുണ്ടോ? അങ്ങനെയുള്ള സ്ഥലമൊന്നുമില്ല കേരളം എന്ന് പറയുന്നത്. മലപ്പുറം ജില്ലയെ കുറിച്ച് ഈ മനുഷ്യൻ പറഞ്ഞത് എന്താ? ഉൾക്കൊണ്ടിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. കെ സുരേന്ദ്രൻ പറഞ്ഞത് പൊള്ളുന്ന യാഥാർത്ഥ്യങ്ങളാണ് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞതെന്നാണ്. ഇന്നത്തെ പരാമർശം ഉൾപ്പെടെ അതേപോലെ ആഘോഷിക്കുന്നവരുണ്ട്. സത്യം പറഞ്ഞു എന്ന് കാട്ടി പറയുന്നതുണ്ട്. ഇത്രയും മാത്രമല്ല, ബാക്കി യാഥാർത്ഥ്യം കൂടി പറയൂ എന്ന് പറയുന്നവരുണ്ട്. അത് ആരും ആഘോഷിക്കുന്നില്ല എന്നൊന്നും താങ്കൾ പറയണ്ട. അല്ല, തീർച്ചയായിട്ടും വെള്ളാപ്പള്ളിയുടെ അതേ മാനസികാവസ്ഥ ഉള്ളതുകൊണ്ടാണല്ലോ സുരേന്ദ്രൻ അതിനെ കൊള്ളുന്ന യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. ഇവരെ പോലുള്ളവരാണ് കേരളത്തിന്റെ കേരളത്തിന്റെ എന്താ പറയാ, ഈ നമ്മുടെ ശക്തിയെ ചോർത്താൻ ശ്രമിക്കുന്നത്. അതുകൊണ്ടല്ലേ ഇവർക്കൊന്നും കേരളത്തിൽ വേര് ഉറപ്പിക്കാൻ പറ്റാതിരുന്നത്. അത് കൃത്യമാണ് നിങ്ങൾ പറഞ്ഞത്. ആ നിരീക്ഷണം വളരെ കറക്റ്റാ. അങ്ങനെയുള്ളവർ സപ്പോർട്ട് ചെയ്യും. വർഗീയവാദികളെ കൂട്ടി കേരളത്തിനെ കീഴടക്കാൻ ശ്രമിക്കുന്നവർക്ക് ഇതിനെയൊക്കെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും. തീർച്ചയായും ശ്രീ റെജി ലൂക്കോസ്, അങ്ങനെയുള്ള ശ്രമങ്ങൾ മുൻപും നടന്നിട്ടുണ്ട്, ഇപ്പോഴും നടക്കുന്നു, നാളെയും നടക്കുമായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ശ്രമങ്ങൾ നടക്കുമ്പോൾ അതിനെ മുളയിലെ നുള്ളുക എന്നതാണല്ലോ ചെയ്യേണ്ടത്. 10 വർഷം മുമ്പ് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞ പരാമർശത്തിൽ കേസെടുത്ത ഒരു ചരിത്രം ഇവിടെ ഉണ്ട്. അന്ന് KPCC അധ്യക്ഷനും CPM സംസ്ഥാന സെക്രട്ടറിയും കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ടവരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ആ പരാമർശം 3 മാസം മുൻപ് നടത്തി വലിയ രീതിയിലുള്ള വിമർശനം ഉയർന്നു. പല കോണിൽ നിന്നും അതിനെ ആളിക്കത്തിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടായി. പക്ഷേ കേരളമായതുകൊണ്ട് അതങ്ങ് പോയി. വീണ്ടും 3 മാസത്തിനിപ്പുറം അത് ആവർത്തിക്കുകയാണ്. അപ്പോഴും നടപടി ഉണ്ടാകുന്നില്ലേ എങ്കിൽ അത് ആവർത്തിക്കപ്പെടില്ലേ? കൃത്യമായ നടപടി ഉണ്ടാകണ്ടേ? ഇപ്പോഴും അപ്പോഴും 3 മാസത്തിന് മുമ്പും ഇപ്പോഴും ആരും അതിനെതിരെ രംഗത്ത് വരുന്നില്ല. കേസ് എടുക്കണമെന്ന് പറയുന്നില്ല. ഈ പ്രധാനപ്പെട്ട ആളുകൾ, പാർട്ടികളുടെ നേതാക്കളുടെയും കാര്യമാണ് ഞാൻ പറയുന്നത്. തീർച്ചയായിട്ടും 1 മിനിറ്റ് സമയം തരണം. കൃത്യമായ മറുപടി ഉണ്ട്. അതായത് ഇതിലും വലിയ വർഗീയത പറഞ്ഞിരിക്കുന്ന ഒരു വിദ്വാനുണ്ട് കേരളത്തിൽ. 32 വർഷം നിയമസഭയിൽ അംഗമായിരുന്ന PC ജോർജിനെതിരെ 2 പ്രാവശ്യം നടപടി സ്വീകരിക്കുകയും 2 തവണ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടും PC ജോർജിന്റെ വായിക്ക് സിപ്പിടാൻ ആർക്കെങ്കിലും പറ്റിയോ? തൊടുപുഴ കഴിഞ്ഞ ദിവസം അദ്ദേഹം എന്താ പറഞ്ഞത്? നിങ്ങൾ കേട്ടായിരിക്കുമല്ലോ, നിങ്ങളുടെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തല്ലേ. ഇപ്പോൾ കേസെടുക്കാൻ പറഞ്ഞിരിക്കുക. ഇങ്ങനെ കേസെടുത്തുകൊണ്ട് മാത്രമാണ് ഒരു വ്യക്തിയെ വായടയ്ക്കാൻ പറ്റൂ? ചെയ്യേണ്ടത് അതല്ല. ഇവരെ പോലുള്ളവരെ അവഗണിക്കുക എന്നുള്ളതാണ്. സമൂഹം അവഗണിക്കുക കഴിയുമ്പോൾ ഇവർക്ക് വേദികൾ കിട്ടത്തില്ല, ഇവരുടെ വാ തന്നെ അടയും. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. നിങ്ങളെ പോലുള്ളവർക്ക് ഇവരുടെ മുമ്പിൽ പോയി മൈക്ക് വെച്ച് ഇത്ര കാര്യങ്ങൾ പറയിപ്പിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം. ഇതുപോലുള്ള വിഷയത്തിന്റെ മുമ്പിൽ ഇനി പേര് ഞങ്ങൾ മൈക്ക് വെക്കത്തില്ല. ഒരാൾ ചെയ്തു, നടപടിയെടുത്തു, പക്ഷെ വീണ്ടും തെറ്റ് ചെയ്യാണ്. അപ്പൊ ഇനി എന്നാ പിന്നെ നടപടി എടുക്കണ്ട എന്നതാണ് നിയമമെങ്കിൽ നമ്മുടെ നീതിന്യായ സംവിധാനങ്ങൾ എങ്ങനെ പ്രവർത്തിക്കും എന്ന ഒരു ചോദ്യം കൂടി ഉണ്ടല്ലോ. ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം. ശ്രീ ജോർജ് പൊടിപ്പാറ, ഇവിടെ ആദ്യം മലപ്പുറം പരാമർശം, വിദ്വേഷ പരാമർശം വെള്ളാപ്പള്ളിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുമ്പോൾ തന്നെ കേസെടുക്കാത്തത് എന്തുകൊണ്ടെന്ന് ചർച്ചയായി. കേസെടുക്കണമെന്ന ആവശ്യം ഉണ്ടായിരുന്നു. പല കോണിൽ നിന്നും പല സംഘടനകളും രംഗത്ത് വന്നിരുന്നു ആവശ്യവുമായി. പക്ഷേ നിയമോപദേശം തിരിച്ചാണ് എന്ന് പറഞ്ഞാണ് അന്ന് കേസെടുക്കാതിരുന്നത്. ഇപ്പോൾ 3 മാസം കഴിയുമ്പോൾ അദ്ദേഹം ആവർത്തിക്കുകയാണ്, അതിനപ്പുറം കടക്കുകയാണ്. പ്രൊഡക്ഷൻ കൂട്ടണം എന്ന് ആഹ്വാനം ചെയ്യുകയാണ്. മാത്രവുമല്ല, വിദ്വേഷപരമായ മറ്റു പല കാര്യങ്ങളും പറയുന്നു. എന്തുകൊണ്ടാണ് വെള്ളാപ്പള്ളി നടേശൻ ഇത് ആവർത്തിക്കുന്നത്? അന്ന് നിലമ്പൂർ തെരഞ്ഞെടുപ്പിന്റെ ഒരു പശ്ചാത്തലം എന്നതാണ് അദ്ദേഹം അത്തരം പരാമർശങ്ങൾ നടത്തുന്നതിന് കാരണമായി കണ്ടത്. ഇന്നിപ്പോൾ വീണ്ടും അത് ആവർത്തിക്കുകയാണ്, ആഹ്വാനം നടത്തുകയാണ് ഒരുമിക്കാൻ, പ്രൊഡക്ഷൻ കൂട്ടി, ഒപ്പം തന്നെ ഒരുമിച്ച് ബലം കാട്ടൂ, ശക്തി കാട്ടൂ എന്ന് ആഹ്വാനം ചെയ്യുകയാണ്.
രേണുക, ആദ്യമേ തന്നെ ഞാൻ ശ്രീ റെജി ലൂക്കോസിനെ ഒന്ന് അഭിനന്ദിക്കുകയാണ്. സാധാരണഗതിയിൽ ഇടത് സഹയാത്രികരായിട്ട് വരുന്ന പലരും ഈ പ്രസ്താവന നടത്തുന്ന പരാമർശങ്ങളും പ്രസ്താവനകളും നടത്തുന്നത് വെള്ളാപ്പള്ളി നടേശനാണെങ്കിൽ പൊതുവിൽ എന്താ പറയാ, വളരെ 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 ശ്രദ്ധാപൂർവമായിട്ടുള്ള പ്രയോഗങ്ങളാണ്, അല്ലെങ്കിൽ നിശബ്ദതയൊക്കെയാണ് പ്രകടിപ്പിക്കുക. എങ്ങും തൊടാതെ, എവിടെയും ആരെയും വേദനിപ്പിക്കാതെ ഇങ്ങനെ എന്നാ പറഞ്ഞില്ല എന്നുള്ള നേട്ടിൽ ഒരു തരത്തിൽ അങ്ങനെ പറഞ്ഞ് അവസാനിപ്പിച്ചു പോകാറാണ് പതിവ്. എന്റെ സുഹൃത്ത് റെജി ലൂക്കോസ് വളരെ ആർജവത്തോടെ, വളരെ തന്റെ ഇടത്തോടെ പച്ചയ്ക്ക് പറഞ്ഞു, ഇത്തരം വർഗീയ വിഷങ്ങളാണ് കേരളത്തിന്റെ ശാപം. സത്യമാണ്. അത് പറയാൻ അദ്ദേഹം കാണിച്ച ആർജവത്തെ, ഒരു ഇടതുപക്ഷ സഹയാത്രികൻ, CPM സഹയാത്രികനായിരുന്നുകൊണ്ട് അത് പറയാൻ കാണിച്ച ആ തന്റെ ഇടത്തെ, ആ ധൈര്യത്തെ ഞാൻ അഭിനന്ദിക്കുകയാണ്. ഇത് ഇന്നും ഇന്നലെ തുടങ്ങിയ സംഭവമൊന്നും അല്ല രേണുകയെ. ഇത് എന്തുകൊണ്ടാണ് ആവർത്തിക്കപ്പെടുന്നത് എന്ന ചോദ്യത്തിന് ഒരൊറ്റ ഉത്തരേ ഉള്ളൂ. അദ്ദേഹത്തിന്റെ ഉള്ളു നിറയെ ഈ സാധനം കിടക്കുകയാണ്. അതായത് ഈ പകയും അതുപോലെ തന്നെ ഈ വല്ലാത്ത ഒരുതരം അസഹിഷ്ണുതയും ആ സമുദായത്തോടുള്ള ഒടുങ്ങാത്ത ഒരുതരം പകയുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ഇടയ്ക്കിടയ്ക്ക് തേട്ടി വരികയാണ്. അതുകൊണ്ടാണ് വർഷങ്ങൾക്ക് മുമ്പ് ആ മാൻഹോളിൽ ഒരു മനുഷ്യൻ വീണ് മരിച്ചപ്പോ അതിന് നഷ്ടപരിഹാരം കൊടുത്തതിന് അത് അന്ന് നടത്തിയ ആ വിദ്വേഷ പരാമർശം ഓർമ്മയുണ്ടല്ലോ. അന്ന് കേസെടുത്തതാണ്. അന്ന് എല്ലാവരും KPCC പ്രസിഡന്റും ഈ പറഞ്ഞ പോലെ CPM സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ളൊരു കേസെടുക്കണമെന്ന് പറഞ്ഞു. കേസെടുത്തു ഉമ്മൻചാണ്ടിയുടെ സർക്കാർ. പക്ഷെ അദ്ദേഹം എന്താ പറയുക, ഒതുങ്ങുന്നൊന്നുമില്ല. വീണ്ടും അതിന്റെ എത്രയോ മടങ്ങ് ശക്തിയോടെ വീണ്ടും ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുക. 3 മാസം മുമ്പ് നമ്മൾ കേട്ടതാണ് നിലമ്പൂരിലെ അവിടുത്തെ മുസ്ലിങ്ങൾ മുഴുവൻ ശ്വാസം മുട്ടിയാണ് ജീവിക്കുന്നത്. അവിടെ മുസ്ലിങ്ങളല്ല, ഹിന്ദുക്കള്, SNDPക്കാര്, ഈഴവരൊക്കെ ശ്വാസം മുട്ടി ജീവിക്കുകയാണ്. അവിടെ ശുദ്ധവായു ശ്വസിക്കാൻ പോലും അവർക്ക് സ്വാതന്ത്ര്യമില്ല. അവരിങ്ങനെ വല്ലാത്തൊരു തരം മാനസിക അടിമത്തത്തിൽ എങ്ങനെയൊക്കെയോ ജീവിച്ചു പോവാണ് എന്നാണ് പറയുന്നത്. നിലമ്പൂർ അങ്ങനെ എന്തെങ്കിലും ഒരു അന്തരീക്ഷം ഉണ്ടെന്ന് ഇതിനു മുമ്പ് ആരും പറഞ്ഞിട്ടില്ല, ശ്രീ വെള്ളാപ്പള്ളി നടേശൻ ഒഴികെ. അദ്ദേഹം എന്താ പറഞ്ഞു വരുന്നത്? അദ്ദേഹം പറയുന്നത് ഈഴവ സമുദായത്തിന് മാത്രം ഒരു അവകാശവും അല്ലെങ്കിൽ ഒരു ആനുകൂല്യം കിട്ടുന്നില്ല, അവർക്ക് സ്കൂളില്ല, കോളേജില്ല, ഇതൊന്നും കിട്ടുന്നില്ല, എല്ലാം ഈ ക്രിസ്ത്യാനികളും മുസ്ലിമുകളും കൂടെ അടിച്ചു മാറ്റിക്കൊണ്ടുപോകുന്നത്. എൻ്റെ ഒരു അനുഭവമുണ്ട്. ഞാൻ ഒരു മാധ്യമപ്രവർത്തകനായിരുന്ന സമയത്ത് ഒരിക്കൽ ഇദ്ദേഹം ഒരു പരിപാടിക്ക് തൃശ്ശൂർ ജില്ലയിൽ വന്നു. അന്ന് ഈ പറഞ്ഞ സ്വാശ്രയ കോളേജുകൾക്ക് അനുവദിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ് കേരള സർക്കാരിന്റെ കാലത്ത്. അന്ന് അപേക്ഷിക്കുന്നവർക്കൊക്കെ ഇത് അനുവദിക്കുക, NOC കൊടുക്കുകയാണ്. പക്ഷെ പ്രൊവൈഡഡ് കണ്ടീഷൻ ഇതാണ്: എഞ്ചിനീയറിംഗ് കോളേജ് ആണെന്നുണ്ടെങ്കിൽ ശാസ്ത്ര സാങ്കേതിക കൗൺസിലിന്റെ ആളുകൾ വന്ന് പരിശോധിക്കുമ്പോൾ സ്റ്റിപ്പുലേറ്റഡ് ആയിട്ടുള്ള കണ്ടീഷൻസ് ഒക്കെ നിറവേറ്റണം. മറ്റേതാണെങ്കിൽ ഇന്ത്യൻ മെഡിക്കൽ കൗൺസിലിന്റെ മെഡിക്കൽ കോളേജ് ആണെങ്കിൽ മെഡിക്കൽ കൗൺസിലിന്റെ പരിശോധക സംഘം വരുമ്പോൾ അതെല്ലാം നിറവേറ്റണം. ഇദ്ദേഹം നിന്ന് പറയണം, നമുക്ക് മാത്രം ഒന്നും തന്നിട്ടില്ല, നമുക്ക് മാത്രം ഒന്നും കിട്ടിയിട്ടില്ല എന്നിങ്ങനെ പറയുകയാണ് പൊതുവേദിയിൽ നിന്ന്. അവസാനം അദ്ദേഹം കഴിഞ്ഞൊരു പത്രസമ്മേളനം നടത്തിയപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, സാർ, ഇതിന്റെ കണ്ടീഷൻ, AK സർക്കാർ പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻ ചോദിക്കുന്നവർക്കൊക്കെ NOC ആണ്. അങ്ങയുടെ സംഘടന SNDP ഇങ്ങനെ ഒരു അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ടോ സ്വാശ്രയ കോളേജിന് വേണ്ടി? അപ്പോഴാണ് അദ്ദേഹം പറയുന്നത്, ഇല്ല, ഞങ്ങൾ അപേക്ഷിക്കേണ്ടെന്ന് തീരുമാനിച്ചു. അതായത് അപേക്ഷിക്കാത്തൊരു കാര്യം കിട്ടിയില്ലെന്ന് പറഞ്ഞാണ് അണികളെ അദ്ദേഹം ഈ പറഞ്ഞ പോലെ ആവേശം കൊള്ളിക്കുന്നത്. അവരുടെ ഉള്ളിലേക്ക് വല്ലാത്തൊരു തരം ഈ പറഞ്ഞ രോഷം കത്തിച്ച് കയറ്റി വിടുന്നത്. അപ്പൊ ഇതാണ് അദ്ദേഹത്തിന്റെ രീതി. അതായത് ഈ പറഞ്ഞ അദ്ദേഹത്തിന്റെ ഈഴവ സമുദായത്തിൽപ്പെട്ട ആളുകളെ, ഇപ്പൊ നിലമ്പൂർ പറഞ്ഞ അതാണല്ലോ. ജോർജ് പൊടിപ്പാറ, ഒരുപക്ഷെ അങ്ങനെ ചോദ്യങ്ങൾ ഉണ്ടാകും എന്നതുകൊണ്ടാണ് കിട്ടാത്തതിന്റെ കണക്ക് പറയുന്നില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും കുറഞ്ഞു പോയി എന്നുള്ള പരിഭവം പറച്ചിലല്ല, അടച്ചുള്ള ആക്ഷേപമാണ്. മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമായി മാറും കേരളം എന്ന് പറയുന്നു. അതിന് 40 വർഷം കഴിയണമെന്ന് VS പറഞ്ഞു. അത്രയൊന്നും കാത്തിരിക്കേണ്ട, സമീപ സമയത്ത് തന്നെ അങ്ങനെ ആകും എന്നൊക്കെയാണ് അദ്ദേഹം വിളിച്ചു പറയുന്നത്. നേരത്തെ വായു കിട്ടുന്നില്ല, പ്രത്യേക രാജ്യം എന്ന പരാമർശമൊക്കെ ആ ജില്ലയെ കുറിച്ച് നടത്തിയിരുന്ന വ്യക്തിയാണ്. ഇവിടെ പ്രൊഡക്ഷൻ ഇതുപോലൊരു കേരളത്തിൽ, അത് ശ്രീനാരായണ ഗുരു സ്ഥാപിച്ച ആ സംഘടനയുടെ അല്ലെങ്കിൽ അദ്ദേഹത്തെ അംഗീകരിക്കുന്ന, അതുപോലെ മനുഷ്യത്വം പറഞ്ഞിട്ടുള്ള ലോകത്തില് ഇത്രയും മനോഹരമായ ഒരു സൂക്തം ആരുടേതായിട്ടുണ്ട്? മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി, ജാതി വേണ്ട, മതദ്വേഷം വേണ്ട, ഏതുമില്ലാതെ എല്ലാവരും സോദരത്തേനെ വാഴുന്നൊരു നാടിനെ കുറിച്ച് സ്വപ്നം കണ്ട ആ മഹാഗുരുവിന്റെ ആ പിൻഗാമി അദ്ദേഹം സ്ഥാപിച്ച അതിന്റെ അധ്യക്ഷപദം എത്രയോ പതിറ്റാണ്ടുകളായിട്ട് അലങ്കരിക്കുന്ന ഒരു വ്യക്തിയാണ് ഇത്രയും വലിയ വർഗീയ വിദ്വേഷം പറഞ്ഞു. അതാണ് ശ്രീ ജോർജ് പൊടിപ്പാറ, യാതൊരു അടിസ്ഥാനവും ഇല്ലാത്ത ഇത്തരം ആരോപണങ്ങൾ നടത്തുന്നതിലൂടെ അദ്ദേഹം ലക്ഷ്യമിടുന്നത് എന്തായിരിക്കും അദ്ദേഹത്തിന് അതിനുവേണ്ടി പ്രചോദിപ്പിക്കുന്ന ഘടകം? ഇസ്ലാമോഫോബിയ സൃഷ്ടിക്കുകയാണ്. അതായത് ഇസ്ലാം അതായത് മുസ്ലിങ്ങള്
വളരുന്നത്, അവർ സാമ്പത്തികമായിട്ട് മുന്നേറുന്നത്, അവർ സാംസ്കാരികമായിട്ട് മുന്നേറുന്നത്, വിദ്യാഭ്യാസപരമായിട്ട് മുന്നേറുന്നത്, ഉദ്യോഗ തലങ്ങളിൽ ഈ മുസ്ലിം സമുദായത്തിനുള്ള അതേ ആനുകൂല്യങ്ങളെല്ലാം ഇവർക്കുള്ളതല്ലേ. അതായത് കേരളത്തില് സാധാരണ രീതിയിൽ പറയാറുണ്ട്, അതായത് പണ്ടൊരു ഉദാഹരണം പറയാറുണ്ട്, ഏതോ ഒരു മുഖ്യമന്ത്രിയുടെ ഡ്രൈവർ നായരാണ്, മുഖ്യമന്ത്രിയുടെ മകൾക്ക് അല്ലെങ്കിൽ അവർക്ക് സംവരണം കിട്ടും, മുഖ്യമന്ത്രിയുടെ ഡ്രൈവർക്ക് സംവരണം കിട്ടില്ല എന്ന് പറഞ്ഞാൽ അയാൾ നായർ സമുദായമായി പോയി. അതായത് കേരളത്തിൽ ഇദ്ദേഹം പറയുന്ന കണക്കിനാണെങ്കിൽ മറ്റു പല സമുദായങ്ങളെയും അപേക്ഷിച്ച് നോക്കുമ്പോൾ ഈഴവ സമുദായത്തിന് എന്ത് പിന്നോക്കാവസ്ഥയുള്ളത്? അവർക്ക് സംവരണാനുകൂല്യങ്ങൾ കിട്ടുന്നില്ലേ? ഇവിടുത്തെ പല സമുദായങ്ങളെയും വെച്ച് ഈഴവ സമുദായത്തിലുള്ളവർ അത്രമേൽ പിന്നോക്കാവസ്ഥ അനുഭവിക്കുന്നുണ്ടോ? എന്നിട്ടും ഭരണഘടനാപരമായ ആനുകൂല്യങ്ങൾ അനുസരിച്ച് അവർക്ക് കിട്ടുന്ന അവകാശങ്ങൾ, സംവരണാനുകൂല്യങ്ങളൊക്കെ അനുഭവിക്കുന്ന ഒരു സമുദായത്തിന്റെ നേതാവാണ് ഇരുന്ന് പറയുന്നത് ഇങ്ങനെ ഈ വർഗീയ വിഷം തുപ്പിക്കൊണ്ടിരിക്കുന്നത്. ഒരു തവണയല്ല, 2 തവണയല്ല, 3 തവണയല്ല, നിരന്തരമായിട്ട് ഇങ്ങനെ സമുദായങ്ങളെ തമ്മിലടിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഇത് എന്താണ് ഇത്? ഇപ്പൊ പറയുന്നു പ്രൊഡക്ഷൻ നിർത്തല്ലേ സഹോദരിമാരെ. ഇപ്പോൾ അവകാശങ്ങൾ എന്ന് പറയുമ്പോൾ രാഷ്ട്രീയ അധികാര കേന്ദ്രമാകാൻ പറ്റുന്നില്ല, ആ രീതിയിലുള്ള സ്വാധീനം ചെലുത്താൻ കഴിയുന്നില്ല. ലീഗിനെ സംബന്ധിച്ച് അത് കഴിയുന്നുണ്ട് എന്നതാണ് ചോദിക്കുന്നത്. അവർ മുഖ്യമന്ത്രി സ്ഥാനത്തിനായി ചരട് വലിക്കുന്നു എന്ന് പറയുന്നു. മാത്രവുമല്ല, മുസ്ലിം ഏതെങ്കിലും തരത്തിൽ അതിനെ മാത്രം ലക്ഷ്യം വെക്കുന്നത് മാത്രമല്ല, കേരള കോൺഗ്രസിനെതിരെയും ഉണ്ട്. അവർ ക്രൈസ്തവർക്ക് വേണ്ടി മാത്രം നിലനിൽക്കുന്നു, വിദ്യാഭ്യാസ മേഖല ഇല്ലായ്മ ചെയ്തത് പി ജെ ജോസഫ് ആണ് തുടങ്ങിയ കാര്യങ്ങളും പറയുന്നുണ്ട്. അപ്പോൾ ഒരിടത്തേക്ക് മാത്രവുമല്ല കേന്ദ്രീകരിക്കുന്നത്. അതായത് അദ്ദേഹത്തിന്റെ പ്രശ്നം എന്താന്ന് വെച്ചാൽ, ഈ പറഞ്ഞ അതായത് ക്രിസ്ത്യാനികളെ കണ്ടുകൂടാ, അല്ലെങ്കിൽ മുസ്ലിമുകളെ കണ്ടുകൂടാ, അദ്ദേഹത്തിന് നായരെയും കണ്ടുകൂടാ, നമ്പൂരിയും കണ്ടുകൂടാ. അദ്ദേഹത്തിന് ആരെയാണ് കാണാവുന്നത്? ഇല്ല, അങ്ങനെ പറഞ്ഞില്ല. നായർ മുതൽ നായാടി വരെയുള്ള ഐക്യമാണ് വേണ്ടതെന്ന് പറയുന്നു. ഇതൊരു വല്ലാത്ത മനോരോഗാട്ടോ സത്യം പറയുകയാണെങ്കിൽ. അദ്ദേഹത്തെ ഭരിക്കുന്ന വികാരം, ഇത്രയും ഉത്തരവാദപ്പെട്ട ഒരു സ്ഥാനത്തിരിക്കുന്ന ഇത്രയും വലിയൊരു സമുദായം, കേരളത്തിലെ ഏറ്റവും വലിയ സമുദായമാണെന്ന് ആലോചിക്കണം. ആ സമുദായത്തിന്റെ അധ്യക്ഷന പദവിയിൽ ഇരുന്നുകൊണ്ട് ഇങ്ങനെ എന്താ പറയാ ഈ വർഗീയത പറയുന്ന ഇത്തരം സമുദായ വിദ്വേഷം പ്രചരിപ്പിക്കുന്നത് കഷ്ടമാണ്. ഇതിങ്ങനെ വിടാൻ പാടില്ലെന്ന് എനിക്ക് തോന്നുന്നു. ശരി, എന്തായാലും ഇങ്ങനെ വിടാൻ പാടില്ല വെള്ളാപ്പള്ളി എന്നാണ് പറയുന്നത്. പക്ഷേ നമുക്കറിയാം, കഴിഞ്ഞ തവണ വെള്ളാപ്പള്ളി നടേശന്റെ പരാമർശം ഉണ്ടാകുമ്പോൾ വലിയ രീതിയിലുള്ള വിമർശനം ഉണ്ടായിരുന്നു. ലീഗിനകത്തു നിന്ന് വിമർശനങ്ങൾ അതിശക്തമായി ഉയർന്നിരുന്നു. നമ്മൾ ഇന്ന് പക്ഷേ ലീഗിന്റെ പ്രതിനിധിയെ ചർച്ചയ്ക്ക് ക്ഷണിക്കുമ്പോൾ അവർ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നില്ല എന്നതാണ് പറഞ്ഞത്. ഒരു ഘട്ടത്തിൽ വളരെ വിദ്വേഷപരമായ പരാമർശങ്ങളിലേക്ക് വരെ പോകുന്ന കാര്യം കണ്ടു. വെള്ളാപ്പള്ളിയുടെ പിരാന്തിന് മറുപടി പറയാനില്ല എന്ന് പി കെ ബഷീർ പറയുന്നു. ഒപ്പം കള്ളു കച്ചവടക്കാരൻ എന്ന് പറഞ്ഞ് KM ഷാജി അധിക്ഷേപിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി. അപ്പോൾ അത് കൈവിട്ടു പോകുമോ എന്ന് തോന്നിയപ്പോൾ PK കുഞ്ഞാലിക്കുട്ടിയെ പോലെയുള്ളവർ ഇടപെടുകയും ആ സാഹചര്യം സമാധാനപൂർണ്ണമാക്കാനുള്ള ഇടപെടലുകൾ നടത്തുകയും ഒക്കെ ചെയ്തത് നമ്മൾ കണ്ടതാണ്. ഒരു പക്ഷേ ലീഗ് ഇത്തവണ കുറച്ചുകൂടി കരുതലോടെ ഈ വിഷയത്തെ സമീപിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അവർ തൽക്കാലം ഈ വിഷയത്തിൽ പ്രതികരിക്കാനില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് നമുക്കൊപ്പം ലീഗ് പ്രതിനിധി ഇല്ലാത്തത്. ചർച്ചയുടെ അടുത്ത ഘട്ടത്തിലേക്ക് എത്താം ഒരിടവേളയ്ക്ക് ശേഷം. വീണ്ടും ചർച്ചയിലേക്ക്. ശ്രീ KP റഹ്മത്തുള്ള, നേരത്തെ നടത്തിയ പരാമർശം ഒരു പാർട്ടിക്കെതിരെ ഉള്ളതാണ് എന്ന് പറഞ്ഞാണ് മുഖ്യമന്ത്രി വെള്ളാപ്പള്ളിയുടെ പരാമർശത്തെ വ്യാഖ്യാനിച്ചത്. ഇന്നിപ്പോൾ ലീഗിനെ ചൂണ്ടി തന്നെയാണ് കൂടുതൽ പരാമർശങ്ങളും നടത്തുന്നത്. മുസ്ലിം ഭൂരിപക്ഷ നാടാകും കേരളം എന്ന് പറഞ്ഞതൊഴിച്ചുള്ള മറ്റു കാര്യങ്ങളൊക്കെ ഭൂരിഭാഗവും ലീഗിനെ കേന്ദ്രീകരിച്ചുള്ളതാണ്. ആ വിഷയത്തിൽ പ്രതികരിക്കേണ്ടതില്ല എന്ന് ലീഗ് തീരുമാനിക്കുന്നതിൻ്റെ സാഹചര്യം എന്തായിരിക്കും? നമുക്കറിയാം, 5ാം മന്ത്രി വിവാദമൊക്കെ ഉണ്ട്, അധികാര സ്ഥാനങ്ങൾ ലക്ഷ്യമിടുന്നു എന്ന ആരോപണം വരുന്നു. മുഖ്യമന്ത്രി സ്ഥാനമാണ് ലീഗ് ലക്ഷ്യമിടുന്നത് എന്ന് വരുമ്പോൾ അവിടെ മൗനം പാലിക്കുന്നതാണ് നല്ലത് എന്നൊരു തോന്നൽ ലീഗിന് തന്നെ സ്വയം ഉണ്ടാകുന്നതായിരിക്കുമോ? മുമ്പ് മുസ്ലിം ലീഗ് നേതൃത്വം നൽകിയ കുട്ടി അഹമ്മദ് കുട്ടി ചെയർമാനായിരുന്ന കേരളത്തിലെ 52ഓളം വരുന്ന സംവരണ സമുദായ മുന്നണിയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്നു വെള്ളാപ്പള്ളി നടേശൻ. മുസ്ലിം സമൂഹം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വേദനകളെ കുറിച്ചുമൊക്കെ വളരെ കൃത്യമായ ധാരണയുള്ളയാളാണ് വെള്ളാപ്പള്ളി നടേശൻ. എന്നാൽ ഇപ്പോൾ കഴിഞ്ഞ കുറച്ചു കാലമായി തന്റെ രാഷ്ട്രീയമായി കേരളത്തിലുള്ള പ്രസക്തിയും തന്റെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരവസ്ഥയും ഇല്ലാതാകുന്നു എന്ന ഒരു അവസ്ഥ വന്നതോടുകൂടിയാണ് വെള്ളാപ്പള്ളി നടേശൻ നിരന്തരം മുസ്ലിങ്ങൾക്കും മുസ്ലിം ലീഗിനുമെതിരെ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം ഇന്ന് മുസ്ലിം ലീഗിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങളൊക്കെ തെറ്റാണ്.
കേരളത്തിൽ ഏറ്റവും കൂടുതൽ സീറ്റുകളിൽ മത്സരിക്കാൻ പോകുന്നത് മുസ്ലിം ലീഗാണ് എന്ന് അദ്ദേഹം പറയുന്നു. അത് ശരിയല്ല. ഇപ്പോൾ നിയമസഭാ കണക്കുകൾ വെച്ച് നോക്കിയാൽ മുസ്ലിം ലീഗിന് 4ാം സ്ഥാനം മാത്രമാണ് ഉള്ളത്. അവർ കഴിഞ്ഞ തവണ 25 സീറ്റിലാണ് മത്സരിച്ചത്. 15 MLA-മാരാണുള്ളത്. അങ്ങനത്തെ ഒരു പാർട്ടിയെ കുറിച്ചാണ് അവർ പറയുന്നത്. വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത് ഇവർ മുഖ്യമന്ത്രി സ്ഥാനം ലക്ഷ്യമിടുകയാണ്. അടുത്ത തവണ UDF അധികാരത്തിൽ വരാനുള്ള എന്ത് വിട്ടുവീഴ്ചക്കും തയ്യാറാകുന്ന ഒരു പാർട്ടിയെ കുറിച്ചാണ് വെള്ളാപ്പള്ളി നടേശൻ നിരന്തരം ഇത്തരം ആരോപണങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മുസ്ലിങ്ങളെ കണ്ടുകൂടാ, ക്രിസ്ത്യാനികളെ കണ്ടുകൂടാ, മറ്റു സമൂഹങ്ങളെ കണ്ടുകൂടാ. കാന്തപുരം അബൂബക്കർ മുസ്ലിയാർക്ക് നിമിഷയുടെ വിഷയത്തിൽ കിട്ടിയ പ്രാധാന്യമൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് അതിനുള്ള അസൂയയും അതിനുള്ള കെർവും ഒക്കെയാണ് കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി വെള്ളാപ്പള്ളി നടേശൻ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മലപ്പുറം ജില്ലയിൽ അദ്ദേഹത്തിന്റെ പ്രസ്ഥാനത്തിന് സ്ഥാപനങ്ങളില്ല എന്നതിന്റെ പേരിൽ മുസ്ലിങ്ങളെയും മുസ്ലിം ലീഗിനെയും വിമർശിക്കേണ്ടതില്ല. അപേക്ഷ കൊടുക്കാതെ സ്ഥാപനങ്ങൾ എങ്ങനെയാണ് ഗവൺമെന്റിന് കൊടുക്കാൻ കഴിയുക? മാത്രമല്ല, അദ്ദേഹം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് വലിയ വിദ്വേഷ പ്രചരണമാണ്. PC ജോർജും അദ്ദേഹവും ഒക്കെ നിരന്തരം ഒരു പ്രത്യേക സമൂഹത്തെ, ന്യൂനപക്ഷ സമൂഹങ്ങളെ നിരന്തരം ആക്ഷേപിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ കഠിന പ്രയത്നത്തിലൂടെയും ഗൾഫ് പണത്തിന്റെയും ഒക്കെ സ്വാധീനം വെച്ച് വിദ്യാഭ്യാസ, സാംസ്കാരിക, സാമൂഹ്യ, രാഷ്ട്രീയ രംഗങ്ങളിൽ മേലോട്ട് പോകുന്നതിനെ നിരന്തരം ആക്ഷേപിച്ചുകൊണ്ടിരിക്കുകയാണ്. മുസ്ലിങ്ങൾ അനർഹമായ ഒന്നും കിട്ടിയിട്ടില്ല മുസ്ലിം സമൂഹത്തിന് എന്നത് നരേന്ദ്രൻ കമ്മീഷൻ റിപ്പോർട്ടൊക്കെ നമ്മൾ പഠിച്ചപ്പോൾ മനസ്സിലായതാണ്. മാത്രമല്ല, ബാക്ക്ലോഗ്, നഷ്ടപ്പെട്ട തസ്തികകൾ നികത്താനുള്ള ഒരു നടപടിയും ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല, ഒരു സമൂഹം സ്വന്തമായി പഠിച്ച് സർക്കാർ ഉദ്യോഗങ്ങൾ നേടുന്നതിലോ സാംസ്കാരികമായി ഉയർന്നു വരുന്നതിലോ സ്ഥാപനങ്ങൾ നടത്തുന്നതിലോ എന്തിനാണ് വെള്ളാപ്പള്ളി നടേശൻ അസൂയപ്പെടുന്നത്? തീർച്ചയായും സമുദായത്തെ ഉദ്ദേശിച്ച് പറഞ്ഞത് ഇപ്പോൾ വിദ്യാഭ്യാസ കാര്യങ്ങളിലൊക്കെ ഇടപെടുന്നു. അവർ നോക്കൂ, സമയക്രമം മാറ്റിയപ്പോൾ അവർക്ക് 15 മിനിറ്റ് മുമ്പേ വരാൻ വയ്യ. അതിന് ഓണത്തിന്റെയും ക്രിസ്മസിന്റെയും ഒക്കെ അവധി കട്ട് ചെയ്യാൻ പറയാം. എന്താണ് അവർക്ക് 15 മിനിറ്റ് മുമ്പേ വന്ന കുഴപ്പമെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ വിദ്യാഭ്യാസ കാര്യങ്ങളിൽ അമിതമായ ഇടപെടൽ സമുദായ സംഘടനകളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ വിമർശനം വെള്ളാപ്പള്ളി നടേശൻ ആ കാര്യങ്ങളിൽ ഉന്നയിക്കുന്നത്. നോക്കൂ, ഇവിടെ ഇപ്പോൾ അടിസ്ഥാനമുള്ളതാണോ ഇല്ലയോ എന്നല്ല, ആവർത്തിച്ച് ഇത്തരം പരാമർശങ്ങൾ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു എന്നത് ഒരു വസ്തുത. മറ്റൊന്ന്, ഇപ്പോൾ ലീഗ് അധികാര കേന്ദ്രമാകാൻ ശ്രമിക്കുന്നു. അവർ മുഖ്യമന്ത്രി സ്ഥാനം ലക്ഷ്യമിട്ട് നീങ്ങുന്നു, സീറ്റുകൾ കൂടുതൽ സ്വന്തമാക്കുന്നു, അതിന് പ്രൊഡക്ഷൻ കൂട്ടിയാണ് അവർ സീറ്റ് കൂട്ടുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് ചൂണ്ടിക്കാട്ടുന്നത്. ഇപ്പോൾ കഴിഞ്ഞ തവണ ഇങ്ങനെ ഒരു പരാമർശം ഉണ്ടാകുമ്പോൾ വ്യാപക വിമർശനം അതിനെതിരെ ഉയർന്നിരുന്നു. പക്ഷേ പിന്നീട് അത് തണുപ്പിക്കാനുള്ള ശ്രമമുണ്ടായി. ഒരു പരിധി കഴിഞ്ഞാൽ അത് വലിയ രീതിയിൽ ദോഷം ചെയ്യുമെന്ന കൃത്യമായ ബോധ്യത്തിൽ നിന്നാണ് ഇപ്പോൾ ഇത് അവഗണിക്കുക എന്ന അവരുടെ നിലപാട് താങ്കൾ എങ്ങനെ നോക്കിക്കാണുന്നു? അതാണോ ശരിയായ അതിനുള്ള മാർഗം? മുസ്ലിം ലീഗ് ഇപ്പോൾ അതിന് മറുപടി പറയേണ്ട എന്ന് വെച്ചത് മുസ്ലിം ലീഗിന് ഒരുപാട് കാര്യങ്ങൾ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ചെയ്യേണ്ടതുണ്ട്. വോട്ടർ പട്ടിക പുതുക്കേണ്ടതുണ്ട്, പുതിയതായിട്ടുള്ള വോട്ടർമാരെ ചേർക്കേണ്ടതുണ്ട്, മറ്റു ചില വിഷയങ്ങളും പറയേണ്ടതുണ്ട്. UDF-ൽ അങ്ങനെയുള്ള കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടുന്നതിന് പകരം വെള്ളാപ്പള്ളി നടേശനെ പോലെ ഒരാളെ അവഗണിക്കുന്നതിന് പകരം നിരന്തരം പരിഗണിക്കേണ്ടതില്ല എന്നത് മുസ്ലിം ലീഗിന്റെ തീരുമാനമാണ്. മാത്രമല്ല, നിരന്തരം ഇസ്ലാമോഫോബിയ വളർത്തുന്നതിനുള്ള ശ്രമങ്ങൾ നടത്തുന്ന ഒരാളോട് നേർക്കുനേർ മറുപടി പറയേണ്ടതില്ല എന്ന ഒരു സമീപനം മുസ്ലിം ലീഗ് എടുത്തത് മുസ്ലിം ലീഗിന്റെ കരുതലും മുസ്ലിം സമൂഹത്തിൽ വർഗീയതയും വിദ്വേഷവും ഒക്കെ കൂടുതൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് തങ്ങൾ ഒരു നിലയിലും കാരണക്കാരായിക്കൂടാ എന്നതാണ്. മാത്രമല്ല, വെള്ളാപ്പള്ളി നടേശന് മറുപടി പറയുമ്പോൾ ഈഴവ സമൂഹത്തിലുള്ള മറ്റുള്ള ആളുകൾക്ക് വേദനയുണ്ടാകുമെന്ന് മുസ്ലിം ലീഗ് തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ടാണ് വെള്ളാപ്പള്ളി നടേശനെ പോലെ ബഹളമുണ്ടാക്കി മെച്ചക്കാരനാകാൻ ശ്രമിക്കുന്ന ഒരാൾക്ക് മറുപടി പറഞ്ഞ് ശരി, അങ്ങനെയാണ് എനിക്കും അതാണ് തോന്നുന്നത്. കുറച്ചുകൂടി ജാഗ്രതയോടുകൂടിയുള്ള ഇടപെടൽ ലീഗ് ഈ കാര്യത്തിൽ നടത്തുന്നു എന്നതാണ് മനസ്സിലാകുന്നത്. നോക്കാം, എന്തായാലും വരും മണിക്കൂറുകളിൽ ഇനി ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടാകുന്നു എന്നത് നമുക്ക് നോക്കാം. ശ്രീ കെ സോമൻ കൂടി നമുക്കൊപ്പം ചേരുന്നു, BJP നേതാവ്. ശ്രീ കെ സോമൻ, ഈ ശരിയായ മലപ്പുറത്തിന്റെ അവസ്ഥയാണ് വെള്ളാപ്പള്ളി തുറന്നു കാട്ടിയത് എന്നതാണ് BJPയുടെ അന്നത്തെ അധ്യക്ഷനായ കെ സുരേന്ദ്രൻ കഴിഞ്ഞ തവണ മലപ്പുറം വിവാദ പരാമർശം വെള്ളാപ്പള്ളി നടത്തുമ്പോൾ പറഞ്ഞത്. അന്ന്
തുഷാർ വെള്ളാപ്പള്ളി പറഞ്ഞു ഞങ്ങൾ ഇത് നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ ഉന്നയിക്കും, അവിടെ പ്രതിഫലിക്കും എന്നതൊക്കെയുള്ള കാര്യങ്ങൾ പിന്നീട് പറയുകയും ചെയ്തു. ഒരു പ്രതിഫലനവും ഉണ്ടായില്ല. ഇപ്പോൾ ഈ നടത്തുന്ന പരാമർശം, വീണ്ടും നടത്തുന്ന പരാമർശത്തെ നിങ്ങൾ എൻഡോസ് ചെയ്യുന്നുണ്ടോ? എന്താണ് നിങ്ങളുടെ നിലപാട്? തീർച്ചയായിട്ടും ശ്രീമതി രേണുക, ഈ പരാമർശം യാഥാർത്ഥ്യമാണ് എന്നാണ് ബി.ജെ.പിയുടെ അഭിപ്രായം. ബി.ജെ.പി അങ്ങനെയാണ് കരുതുന്നത്. എന്തുകൊണ്ട് വെള്ളാപ്പള്ളി നടേശന് അദ്ദേഹത്തിന്റെ സമുദായ സംഘടനയുടെ ഒരു സമ്മേളനത്തിൽ ഒരു അഭിപ്രായ പ്രകടനം നടത്താൻ അവകാശമില്ല നിലപാടാണോ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന എന്റെ സഹ പാനലിസ്റ്റുകൾക്കുള്ളത്? ഇവിടെ ലൂക്കോസ് അടക്കമുള്ള ആളുകൾ അങ്ങനെയാണോ പറയുന്നത്? എങ്ങനെയാണ് വെള്ളാപ്പള്ളി നടേശൻ വർഗീയവാദിയാണ് എന്ന് പറയുന്നത്? എന്താണ് കേരളത്തിന്റെ സമകാലിക രാഷ്ട്രീയ സംഭവ വികാസങ്ങളിൽ ഈ ലീഗ് എന്ന് പറയുന്ന കക്ഷിയും ഇവിടെ സമസ്ത എന്ന് പറയുന്ന സംഘടനയും ഒക്കെ സ്വീകരിച്ചിട്ടുള്ള സമീപനം എന്താണ്? അതിനെ സംബന്ധിച്ച് ബഹുമാനായ SNDP യോഗത്തിന്റെ ജനറൽ സെക്രട്ടറി ശ്രീമാൻ വെള്ളാപ്പള്ളി നടേശൻ അദ്ദേഹത്തിന്റെ സമുദായ സംഘടനയുടെ സമ്മേളനത്തിൽ തുറന്നു പറഞ്ഞാൽ അതിന് സ്വാതന്ത്ര്യമില്ലാത്തൊരു നാട്ടിലാണ് വെള്ളാപ്പള്ളി നടേശൻ ജീവിക്കുന്നത് എന്ന് പറഞ്ഞാൽ എന്ത് വസ്തുതയാണ് ശ്രീ കെ സോമൻ അദ്ദേഹം തുറന്നു പറഞ്ഞു എന്ന് പറയുമ്പോൾ എന്ത് കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്? നേരത്തെ പറഞ്ഞത് മലപ്പുറം ഒരു രാജ്യം പോലാണ്, അവിടെ സ്വതന്ത്രമായി ശ്വസിക്കാൻ പറ്റത്തില്ല, ജീവിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അതിലെന്തെങ്കിലും വസ്തുതയുള്ള കാര്യമായിരുന്നോ? ഇവിടെ ഇപ്പോൾ വന്ന് പറയാണ് മുസ്ലിം സമുദായം പ്രൊഡക്ഷൻ നടത്തിയാണ് അവിടെ സീറ്റുകൾ കൂട്ടുന്നത് എന്ന് പറയുന്നു. അങ്ങനെയാണോ സാഹചര്യം? അങ്ങനെയാണോ വസ്തുത? അങ്ങനെയാണോ സംസാരിക്കേണ്ടത്? പിന്നെ കേരള കോൺഗ്രസ് അത് ക്രൈസ്തവർക്ക് വേണ്ടി മാത്രം നിലകൊള്ളുന്നതാണ് എന്ന് പറയുന്നു. അപ്പോൾ എല്ലാ തരത്തിലും സാമുദായിക സ്പർദ്ധ വളർത്തുന്ന തരത്തിൽ പരാമർശങ്ങൾ നടത്തുക എന്നതാണോ ഒരു സമുദായ നേതാവ് ചെയ്യേണ്ടത്? പ്രത്യേകിച്ച് അദ്ദേഹം നവോത്ഥാന പ്രസ്ഥാനത്തിന്റെ സംരക്ഷണ സമിതിയുടെ ഒക്കെ നേതാവായിട്ടുള്ള ആളും കൂടിയാണ്. ശ്രീമാൻ വെള്ളാപ്പള്ളി നടേശൻ ആദ്യമായിട്ട് പറയുന്നതല്ല. അതിനു മുമ്പ് ശ്രീമാൻ VS അച്യുതാനന്ദൻ പറഞ്ഞ പരാമർശം ഇന്ന് ബഹുമാനായ ശ്രീ വെള്ളാപ്പള്ളി നടേശൻ ഇന്ന് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ പരാമർശിച്ചിട്ടുണ്ടല്ലോ. 10ാം ക്ലാസ് ജയിക്കുന്നതുമായി ബന്ധപ്പെട്ട് മലപ്പുറം ജില്ലയിലെ മുന്നേറ്റത്തെ സംബന്ധിച്ച് ഇവിടെ അഭിപ്രായ പ്രകടനങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലോ. അത് വെള്ളാപ്പള്ളി അല്ലല്ലോ പറഞ്ഞിട്ടുള്ളത്. സാമുദായിക സ്പർദ്ധ ഉണ്ടാക്കുന്ന നിലയിലുള്ള ഒരു പരാമർശവും ശ്രീമാൻ വെള്ളാപ്പള്ളി നടേശൻ നടത്തിയിട്ടില്ല എന്നേ. ഇവിടെ സൂംബാ നൃത്തത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിലുണ്ട്. എന്താണ് സർക്കാരിന്റെ നിലപാട്? സർക്കാരിനെ പിന്തുണയ്ക്കുന്ന ശ്രീമാൻ റെജി ലൂക്കോസിന്റെ നിലപാട് എന്താണ്? ഇവിടെ സമയം പരിഷ്കരിക്കുന്നതുമായി ബന്ധപ്പെട്ട് സർക്കാർ സ്വീകരിച്ച നിലപാടിനോട് ഇവിടെ സമസ്ത ഒരു നിലപാട് സ്വീകരിച്ചപ്പോ സർക്കാർ അതിനോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? ഇവിടെ ഇസ്ലാമിക എന്താ പറഞ്ഞത്? അവരുടെ സംഘടിത സംഘടനാ ശേഷിയെ എന്താണ് ശ്രീ കെ സോമൻ പറഞ്ഞത്? വരട്ടിങ്ങോട്ട് വേണ്ട, ഞങ്ങൾ തീരുമാനിച്ചോളാം വിദ്യാഭ്യാസ രംഗത്തെ കാര്യങ്ങൾ എന്നാണ് മന്ത്രി പറഞ്ഞത്. എന്നിട്ട് ചർച്ചയാകാമെന്ന് പറഞ്ഞത് മേഡം കേൾക്കാതെ പോയോ? ചർച്ചയാകാമെന്നല്ലേ പറഞ്ഞോളൂ. ചർച്ച ചെയ്യാൻ തയ്യാറാണ് എന്ന് പറഞ്ഞത് കേൾക്കാതെ പോയോ? ചർച്ച ചെയ്യണ്ടേ? എതിരഭിപ്രായങ്ങൾ ഉണ്ടായാൽ സർക്കാർ ചർച്ച ചെയ്യണ്ടേ? എതിരഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ സർക്കാർ ചർച്ച ചെയ്യണ്ടേ? വിരുദ്ധ അഭിപ്രായങ്ങൾ വരുമ്പോൾ അവരെ വിശ്വാസത്തിലെടുക്കണ്ടേ? കാര്യങ്ങൾ വിശദീകരിക്കണ്ടേ? അതൊരു നല്ല സമീപനമായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇനിയിപ്പോൾ നാളെ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിൽ ഇതേപോലെ തെറ്റിദ്ധാരണ ഉണ്ടായാൽ നിങ്ങളെയും ചർച്ചയ്ക്ക് വിളിക്കണം എന്നത് തന്നെയാണ് എന്റെ അഭിപ്രായം. ശ്രീമതി രേണുക, ഞാൻ ഈ ചർച്ചയില് അവസാനം ജോയിൻ ചെയ്തിട്ടുള്ള ഒരു പാനലിസ്റ്റ് ആണ്. അങ്ങനെ പറയാൻ വേണ്ടിയിട്ട് സമ്മതിക്കണം എന്നുള്ളതാണ് എന്റെ ആദ്യത്തെ ഒരു അഭ്യർത്ഥന. ഇവിടെ വെള്ളാപ്പള്ളി സംഘടന തുറന്നു പറയുന്നതിന് വേണ്ടിയുള്ള ആ സ്വാതന്ത്ര്യം ചില സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടെന്ന് തോന്നുന്നു. അദ്ദേഹം പറയുന്നത് വ്യക്തമാകുന്നില്ല. PCR അക്കാര്യം ശ്രദ്ധിക്കുമെന്ന് ഞാൻ കരുതുകയാണ്. ശ്രീ റെജി ലൂക്കോസ്, നോക്കൂ, ഞാൻ ചോദിച്ചത്, നമ്മൾ ഇത്തരം പരാമർശങ്ങൾ ഒരു വ്യക്തിയിൽ നിന്ന് ആവർത്തിച്ചുണ്ടാകുമ്പോൾ, അതൊരു പ്രത്യേക സമുദായത്തെ ലക്ഷ്യമിട്ടുള്ളതാകുമ്പോൾ അതിന് കൃത്യമായ നടപടികൾ ഉണ്ടാകണം. അത് തെറ്റാണ് എന്ന് ചൂണ്ടിക്കാണിക്കാൻ ആളുകൾ ഉണ്ടാകണം. അങ്ങനെയാണെങ്കിൽ അത് ആവർത്തിക്കപ്പെടാതെ പോകും. അതിൽ നിന്ന് ആളുകളെ പിന്നോട്ട് വലിക്കുന്നത്, നേതാക്കന്മാരെ പിന്നോട്ട് വലിക്കുന്നത്, രാഷ്ട്രീയ പാർട്ടികളെ പിന്നോട്ട് വലിക്കുന്നത് എന്താകും? ഒരു വോട്ട് ബാങ്ക് ആണ് എന്ന യാഥാർത്ഥ്യമാണോ ഇപ്പോൾ ന്യൂനപക്ഷ സമുദായങ്ങളിൽ നിന്നകന്ന് ഭൂരിപക്ഷ സമുദായത്തിലേക്ക് അടുത്തുകൊണ്ടുള്ളൊരു സമീപനം ഇടതുപക്ഷം സ്വീകരിക്കുമ്പോൾ അതുകൊണ്ടാകുമോ ഒരു മൗനം? അല്ലാണ്ട് പിണറായി വിജയനെ പോലെ ഒരു മുഖ്യമന്ത്രിക്ക് തുറന്നു പറയാനുള്ള ആർജവമില്ലാത്തത് കൊണ്ടല്ലല്ലോ. അല്ല, അതിനും മുമ്പ് പ്രധാനപ്പെട്ട ഒരു കാര്യം,
ഈ ചർച്ച കേൾക്കുന്ന പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ പാനലിസ്റ്റുകളെ ഞാൻ ഓർമ്മിപ്പിക്കാം. ഈ സാക്ഷാൽ വെള്ളാപ്പള്ളി നടേശന്റെ മകൻ തുഷാർ വെള്ളാപ്പള്ളി ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഗൾഫിൽ ഒരു രാജ്യത്ത് ഒരു മണി ചീറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം തെറ്റുകാരാണോ അല്ലെന്ന് നമുക്കറിയത്തില്ല, അവിടുത്തെ പോലീസ് പിടിച്ചു. ആ പോലീസ് പിടിച്ചു കഴിഞ്ഞപ്പോഴത്തെ വെള്ളാപ്പള്ളി നടേശൻ ആദ്യം ആശ്രയിച്ച ബഹുമാനപ്പെട്ട പിണറായി വിജയൻ മുഖ്യമന്ത്രി, അദ്ദേഹം കേന്ദ്ര സർക്കാരിനെ ആശ്രയിച്ചു. സ്വാഭാവികമായിട്ട് അങ്ങനെ ചെയ്യണം ഒരു പൗരൻ മറ്റു രാജ്യത്ത് അകപ്പെടുമ്പോൾ. എന്നാൽ ഈ കാര്യത്തിൽ അദ്ദേഹത്തിനെ മോചിപ്പിക്കുന്നതിന് ഏറ്റവും കൂടുതൽ മുൻകൈ എടുത്ത് ഒരു വ്യക്തിത്വമുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു MA യൂസഫ് അലി എന്നാണ്. MA യൂസഫ് അലി ഈഴവനാണോ? MA യൂസഫ് അലി മുസ്ലിം സമൂഹത്തിൽപ്പെട്ട ഒരാളാണ്. MA എന്ന എന്റെ മകൻ ഈ മുസ്ലിം നാമധാരിയായ MA യൂസഫ് അലിയുടെ സഹായത്താൽ ജയിൽ മോചിതനാകേണ്ടത് ഈ വെള്ളാപ്പള്ളി നടേശൻ അത് വെച്ചോ? ഒറ്റ ചോദ്യ വെച്ചില്ലല്ലോ. അപ്പം വെള്ളാപ്പള്ളി നടേശന്റെ ലക്ഷ്യം എന്താ? സമൂഹത്തിൽ ചിത്രത ഉണ്ടാക്കുക, വർഗീയപരമായിട്ടുള്ള ഭിന്നിപ്പിക്കുക. അതിന് മുഖ്യമന്ത്രിയായ ഇടതുപക്ഷത്തിന്റെ തലയിൽ നിങ്ങൾ ചാരണ്ട. മറ്റൊരു ഉദാഹരണമുണ്ട്. അതായത് ഇപ്പോൾ കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ മതവിദ്വേഷം പറയുന്നവർക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചിട്ടുള്ള കേരളത്തിലെ 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന വ്യക്തിയാണ്. അതിന് എത്രയോ ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. വളരെ വളരെ വ്യക്തമായ ഒരുപാട് ഉദാഹരണങ്ങൾ. ഞാൻ എടുത്തുകൂടെ അലക്കാനൊന്നും ആഗ്രഹിക്കുന്നില്ല. പക്ഷെ വിഷയം എന്താണ്? ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത് വസതിയിൽ ബഹുമാനപ്പെട്ട കേരളം ആദരിക്കുന്ന നവോത്ഥാന മുന്നണിയുടെ നായക സ്ഥാനത്തിരിക്കുന്ന നമ്മളൊക്കെ പഠിക്കുകയും ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന കേരളത്തിന് വലിയ സംസ്കാരം, ജാതി മത ഭേദമന്യേ മനുഷ്യൻ ജീവിക്കണം എന്നുള്ള മതഭേദായാലും മനുഷ്യൻ നന്നായാലും എന്ന് പറയുന്ന, ജാതി ചോദിക്കരുത് എന്ന് പറയുന്ന നമ്മളെ പഠിപ്പിച്ച് നമ്മളെയൊക്കെ ഇന്നും അതാ മനസ്സിലിരിക്കുന്നത് ഗുരുദേവനെയാ. ആ ഗുരുദേവന്റെ നാമത്തിലാണ് ഈ മനുഷ്യൻ ഈ പറയുന്നതെല്ലാം. അത് ആ വിഭാഗത്തിൽപ്പെട്ട ജനങ്ങളെ ആഹ്വാനിക്കുന്നത്. അവരൊന്നും ഈ വിഭാഗത്തിൽപ്പെട്ടവരൊന്നും ഒരിക്കലും ചിന്തിക്കുന്നവരല്ല. ആ സമൂഹത്തിനാണ് അദ്ദേഹം ആഹ്വാനിക്കുന്നത്. അത് അദ്ദേഹം തിരിച്ചറിയണം. എനിക്ക് തോന്നുന്നേ പ്രായത്തിന്റെ എന്തൊക്കെയോ അസ്കിത അദ്ദേഹത്തിന് ഉണ്ടെന്ന് തോന്നുന്നു. അതോ തന്റെ വാക്കുകൾ എങ്ങും ചെല്ലാത്തതിന്റെ പേരിലുള്ള ഒരു ഫ്രസ്ട്രേഷനാണ് അദ്ദേഹത്തിനെ ബാധിക്കണം എന്നുള്ളവരുണ്ട്. അതുകൊണ്ട് ഇടതുപക്ഷമോ സർക്കാരൊന്നും ഈ വെള്ളാപ്പള്ളി നടേശന് ഇത്തരം ബീഭത്സമായിട്ടുള്ള വർഗീയതയ്ക്ക് അനുകൂലമായിട്ട് അക്ഷരം പോലും പെട്ടതില്ല. പിന്നെ ഈ ചർച്ചപ്പെടുന്ന സോമൻ ഒരു വലിയ അബദ്ധം പറഞ്ഞു. ഞാൻ അദ്ദേഹത്തിന് തിരുത്താൻ ശ്രമിക്കുക. അദ്ദേഹം മറന്നു പറഞ്ഞതായിരിക്കും. എങ്കിലും ചർച്ചയിലാവാൻ ശ്രദ്ധിക്കണല്ലോ. സൂംബ ഡാൻസിനെതിരെ സൂംബ ഡാൻസിന്റെ പേരിൽ ഒരു വിട്ടുവീഴ്ച സർക്കാർ ചെയ്തിട്ടില്ല. സൂംബ ഡാൻസിന് എതിരെ വന്നവരെ കേരളത്തിന്റെ പൊതുസമൂഹം ഒറ്റക്കെട്ടായിട്ട് എതിർത്ത് അതിനെ തോൽപ്പിച്ചപ്പോ സൂംബ ഡാൻസ് എല്ലാ സ്കൂളിലും ഉണ്ട്. സമയമാറ്റത്തെ കുറിച്ചാണ് ചർച്ച ചെയ്യാന്ന് പറഞ്ഞത്. പക്ഷെ ആ ചർച്ച ചെയ്യുന്നത് എന്തിനാണെന്നറിയോ? ബഹുമാനപ്പെട്ട വി ശിവൻകുട്ടി പറഞ്ഞു വിരട്ടൽ വേണ്ട, ചർച്ച ചെയ്യാം. അത് അവരെ ഈ സമയം ബോധ്യപ്പെടുത്താനായിട്ടാ. ഒരു കാരണവശാലും പിന്നോട്ട് പോയെന്ന് പറഞ്ഞ ആ നിലപാടിലാണ് ഇപ്പോഴും നിൽക്കുന്നത്. അതാദ്യം സോമൻ മനസ്സിലാക്കുക. പിന്നെ വെള്ളാപ്പള്ളി നടേശനെ BJPയുടെ വ്യക്താവെന്നുള്ള സോമൻ അദ്ദേഹത്തിനെ പിന്തുണയ്ക്കാൻ ബാധ്യത കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ പേരിൽ എവിടെ നിന്ന് 10 വോട്ട് കിട്ടുമെന്നുള്ള ഒറ്റ വോട്ട് നിങ്ങൾക്ക് കിട്ടത്തില്ല, ഒരു സംശയമില്ല. കാരണം SNDPയുടെ പ്രവർത്തകർ അതല്ല. അവരാണ് ഏറ്റവും കൂടുതൽ മതേതരത്തിലും മതസൗഹാർദ്ദത്തിലും വിശ്വസിക്കുന്നവര്. ഞങ്ങളൊക്കെ അവരോടൊക്കെ ഒപ്പം ജീവിക്കുന്നവരാ. എത്ര നല്ല മനുഷ്യരാണ് അവര്. ഏതെല്ലാം രീതിയിൽ സമൂഹത്തിൽ സംഭാവന ചെയ്യുന്ന ചരിത്ര പശ്ചാത്തലമുള്ളവരാണ് SNDPക്കാര്. അതുകൊണ്ട് SNDPയുടെ പേരും പറഞ്ഞുകൊണ്ട് നിങ്ങൾ മുതലെടുക്കാൻ ശ്രമിക്കേണ്ട. വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത് തെറ്റേ. കേരളം പോലൊരു സംസ്ഥാനത്ത് ഇതുപോലത്തെ വർഗീയത പറഞ്ഞൊരു മനുഷ്യരെ നിങ്ങൾ പിന്തുണയ്ക്കാന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാവുന്ന വോട്ട് നഷ്ടപ്പെടുത്തുകയുള്ളൂ. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ സംസ്ഥാനത്ത് പേരുറപ്പിക്കാൻ പറ്റാത്തത്. കാരണം നിങ്ങൾക്ക് ദേശീയ തലത്തിൽ അടിസ്ഥാനത്തിൽ തന്നെ 32% വോട്ടേ ഉള്ളൂ. കേരളത്തിൽ 19% അന്ന് ഭാഗ്യവശാൽ ലോക്സഭയ്ക്കിട്ട് വോട്ടേ ഉള്ളൂ. നിങ്ങൾ ഒരടി മുമ്പോട്ട് പോകുന്നതിന് കാരണം അറിയോ? ഇതുപോലെയുള്ള വർഗീയവാദികൾ പറയുന്നത് ശരിയെന്നുള്ള ധാരണയിൽ നിന്ന് പ്രചരിപ്പിക്കുന്ന. കാരണം കേരളത്തിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നവർ പുറകോട്ട് പോവുക. കാരണം ഇതിന് കേരളം ഒരിക്കലും നിന്നു തരത്തില്ല. ഈ സംസ്ഥാനം അത് തന്നെയാണ്. പിന്നെ മുസ്ലിം ലീഗിനെ കുറിച്ച് ബഹുമാനപ്പെട്ട റഹ്മത്തുള്ള പറഞ്ഞു, ലീഗ് പ്രതികരിക്കേണ്ട സമയത്ത് ലീഗ് പ്രതികരിക്കാതിരുന്നതിന് ഞങ്ങൾക്ക് ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ പോലെ ഞങ്ങളൊക്കെ ആദരിക്കുന്ന ഒരു മനുഷ്യൻ വളരെ മാന്യമായിരുന്നില്ല പ്രതികരിക്കുന്നത്. പക്ഷേ ലീഗിനെ സംബന്ധിച്ചോളം നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിലും ലീഗിന്റെ എണ്ണ ഇവിടെ കൂടുതൽ ലീഗിൽപ്പെട്ടവരെ പെറ്റു കൂട്ടുന്നു, അല്ലെങ്കിൽ സന്താനോത്പാദനം കൂട്ടുന്നു. അത് നാളെ ഭരണത്തിലേക്ക് ഇവിടെ മുസ്ലിങ്ങൾ വരുമെന്ന് പറയുമ്പോൾ ഈ വെള്ളാപ്പള്ളി നടേശൻ ഒന്ന് ഓർക്കണം. ഈ വെള്ളാപ്പള്ളി നടേശന്റെ മകൻ ബിസിനസ് ചെയ്ത രാജ്യം, ലക്ഷക്കണക്കിന് ആളുകൾ ജാതി മതഭേദത്തിന് ബിസിനസ് ചെയ്ത ഗൾഫ് രാജ്യങ്ങളിലാ. അവിടെയെല്ലാം പിന്നെ ഇസ്ലാം ഭരണകൂടങ്ങളാ. അവിടെ എന്തെങ്കിലും സുരക്ഷിതക്കുറവുണ്ടോ? അപ്പൊ അവിടുത്തെ ഫണ്ട് വേണം, അവിടെ പോയി ജോലി ചെയ്യണം, അടിച്ചു പൊള്ളിക്കണം, പൊട്ടടിക്കണം. ഇവിടെ വരുമ്പോൾ വർഗീയത പറയുക. അതാ പറഞ്ഞത്. ഇത് കേൾക്കുന്ന ഗൾഫിലെ ഈ വിഭാഗത്തിൽപ്പെട്ട മനുഷ്യസ്നേഹികളും ഈ വെള്ളാപ്പള്ളി നടേശൻ എന്ന വ്യക്തിയെ പിന്തുണയ്ക്കത്തില്ല. ഒരു തരത്തിൽ അവർക്ക് കൂടെ ആഹ്വാനമല്ലേ? അതല്ല കാര്യം. സ്വന്തം കാര്യം കാണാനായിട്ട് ആര് ഭരണത്തിൽ വന്നാൽ അവരോടൊപ്പം ചേരുകയും ഒരേ സമയം 2 വള്ളത്തിൽ കാലുകുത്തുകയും ഇടതുപക്ഷം കൊണ്ട് BJP എന്താ പറയാ ഭരണകക്ഷിയെ പിന്തുണയ്ക്കുകയും വലതുപക്ഷം കൊണ്ട് BJP സപ്പോർട്ട് ചെയ്യുന്ന വെള്ളാപ്പള്ളി നടേശന്റെ വാക്കുകൾ ഞങ്ങൾക്ക് യഥാർത്ഥ ഇടതുപക്ഷ വിശ്വാസികളും മതേതര വിശ്വാസികൾക്കും ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്നില്ല. ഞങ്ങൾ പഠിച്ച പാഠം അതാ.
ഈ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ ഇവർക്കൊക്കെ എതിരെ ശക്തമായ നിലപാടെടുത്തുകൊണ്ട് കേരളം ഇന്ന് സുരക്ഷിതമായിട്ട് പക്ഷേ ഇപ്പോൾ എന്തുകൊണ്ട് ശക്തമായ നിലപാടെടുക്കുന്നില്ല എന്നതാണല്ലോ ശ്രീ റെജി ലൂക്കോസ് ഞാൻ ചോദിച്ചത്. ഒരു വാർത്താ സമ്മേളനത്തിൽ അത് തെറ്റാണ് എന്ന് പറയാൻ പോലും കഴിയാത്ത വിധത്തിലേക്ക് ഉള്ള മാറ്റം എങ്ങനെ സംഭവിച്ചു? അതാണ് ഞാൻ താങ്കളോട് ചോദിച്ചത്. ഇതൊരു വോട്ട് ബാങ്ക് ആണ്, അത് തന്നെയാണ് വെള്ളാപ്പള്ളിയും പറയുന്നത്. അപ്പോൾ ന്യൂനപക്ഷ സമുദായങ്ങളിൽ നിന്ന് അകന്ന് നിൽക്കുമ്പോൾ ഇത് വർദ്ധിപ്പിക്കാൻ പറ്റിയ സാഹചര്യമല്ല, അതുകൊണ്ട് മിണ്ടാതിരുന്നേക്കാം എന്ന് കരുതുന്നതാണോ എന്ന്? അല്ല, ദിവസങ്ങൾക്ക് മുമ്പ് നടന്നൊരു സംഭവം ഞാൻ പറയാം. കേരളത്തിൽ ഒരു ഒറ്റ വർഗീയവാദിയുടെ വോട്ടിന് ഞങ്ങൾക്ക് വേണ്ട, ഒരു വർഗീയവാദി ഞങ്ങൾക്ക് വോട്ട് ചെയ്യരുതെന്ന് പറഞ്ഞുകൊണ്ട് സ്ഥാനാർത്ഥി കേരളത്തിൽ ജനങ്ങളുടെ മുമ്പിൽ വോട്ട് ചോദിച്ചു. അതാരെന്നറിയോ? എം സ്വരാജ് എന്ന പേര്. ആ പ്രസ്ഥാനത്തിന്റെ പേരെന്നറിയോ? ഇടതുപക്ഷം. ആ പാർട്ടിയുടെ പേര് CPM എന്നാ. അതിലപ്പുറം എന്താ പ്രതികരിക്കേണ്ടത് ഇവർക്കെതിരെ? പിന്നെ എന്നും രാവിലെ എഴുന്നേറ്റ് വന്നിട്ട് ഇവരോട് രാവിലെ ആദ്യത്തെ മറുപടി പറയണോ? അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇടതുപക്ഷ നയം കേരളത്തിൽ എന്താണെന്നുള്ളൊരു ഇത്രയ്ക്ക് സ്പഷ്ടമായിട്ട് പറഞ്ഞ ഒരു പ്രസ്ഥാനമുണ്ടോ? ഒരു മുന്നണിയുണ്ടോ? ഒരു രാഷ്ട്രീയ കക്ഷിയുണ്ടോ? മറ്റുള്ളവർക്ക് എന്തായാലും നട്ടലില്ലാത്തത്? നിങ്ങൾ മറുപടി പറയൂ. ഒരു വർഗീയവാദിയുടെ തിണ്ണ നടക്കാൻ ഘട്ടത്തിൽ എന്ന് പറഞ്ഞ VD സതീശൻ രാത്രി മുണ്ടെടുത്തുകൊണ്ട് 1.5 മണിക്കൂർ കാറിലിരുന്ന് സുമാരനാരോട് ജയിപ്പിക്കണമെന്ന് പറഞ്ഞ് കാര്യം പിടിച്ചവരും പുറത്തു പറഞ്ഞതാരാ? സാക്ഷാൽ സുമാരനാരാ, NSSന്റെ സെക്രട്ടറി. ഞങ്ങൾക്ക് അങ്ങനെയുള്ള പരിപാടി ഒന്നുമില്ല. ഏതെങ്കിലും CPM നേതാവ് മതസൗഹാർദ്ദത്തിന്റെ പേരിലും ബഹുമാനപ്പെട്ട വ്യക്തിത്വങ്ങളുടെ പേരിലും വേദികളിൽ പോകും. പക്ഷേ മതത്തിന്റെ പേരിൽ വോട്ട് ചോദിക്കാൻ ഒരു ഇടതുപക്ഷക്കാരൻ ഒരു സ്ഥലത്തും പോയിട്ട് ചരിത്രം ഇതുവരെ ഇല്ല. ഏതെങ്കിലും ഇങ്ങനെയുള്ളവരുടെ അടുത്ത് കേരളത്തിലെ ഏതെങ്കിലും ഒരു ഇടതുപക്ഷക്കാരൻ പോയാണെന്ന് അറിയാൻ പറ്റുമോ? പറയാൻ പറ്റും? ചൂണ്ടിക്കാണിക്കേ. ഒരാരും പോകുന്നില്ല. പക്ഷെ അവരോട് സ്നേഹബന്ധമുണ്ട്. കാരണം അറിയോ? ഇന്ത്യൻ ഭരണഘടന പഠിപ്പിക്കുന്നതും ഞങ്ങൾ പറയുന്നതും ഒന്നു തന്നെയാണ്. എല്ലാവരോടും സമഭാവത്തിൽ കാണുക, ജാതി മത വ്യത്യാസമില്ല, അത് വർഗീയതയില്ല, അതുകൊണ്ട് മനുഷ്യരായി കാണുക. അങ്ങനെ കാണുന്ന പ്രസ്ഥാനത്തിന്റെ ഒരു അംഗമാണ് ഞാൻ. എനിക്കിപ്പോ ഇങ്ങനെ സംസാരിക്കാൻ സാധിച്ചതും എന്നെ പഠിപ്പിച്ചത് ആ പ്രസ്ഥാന. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. എന്നിട്ടാട്ടെ നിങ്ങൾ ഇതിനകത്ത് കയറി ഇടതുപക്ഷത്തിനെ കുറ്റപ്പെടുത്താനായിട്ട്. ശരി, എന്തായാലും PDP പിന്തുണ ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഒരുപാട് ചർച്ച ചെയ്ത വിഷയമായതുകൊണ്ട് എന്തായാലും അതിലേക്ക് പോകുന്നില്ല, സമയവും കുറവാണ്. ശ്രീ ജോർജ് പൊടിപ്പാറ, ഇവിടെ ഇപ്പോൾ ലീഗ് മുന്നണിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകകക്ഷിയാണ്. അവർക്കെതിരെ ആവർത്തിച്ച് വെള്ളാപ്പള്ളിയുടെ ഭാഗത്തു നിന്ന് പരാമർശങ്ങൾ ഉണ്ടാകുകയാണ്. അപ്പോൾ തുറന്ന് എതിർക്കുക അല്ലെങ്കിൽ തുറന്ന് പറയുക, അതിനെതിരെ നിലപാട് സ്വീകരിക്കുക എന്നത് സാധ്യമാകാത്ത നില കോൺഗ്രസിനെ സംബന്ധിച്ചും UDFിലെ മറ്റ് ഘടകകക്ഷികളെ സംബന്ധിച്ചുമുണ്ടോ? അങ്ങനെ ഒരു അഭിപ്രായ പ്രകടനത്തിന് പോലും സാധ്യമാകാത്ത നിലയിലേക്ക് കേരളം മാറുകയാണോ? രേണുക, ഞാൻ ആ കാര്യത്തിൽ നേരത്തെ ശ്രീ റഹ്മത്തുള്ള പറഞ്ഞ ആ ഒരു നിലപാടിനോടാണ് യോജിക്കുന്നത്. ഒരാൾ സ്ഥിരമായിട്ട് ഇങ്ങനെ വർഗീയ വിഷം തുപ്പിക്കൊണ്ടിരുന്നാൽ എത്ര പറഞ്ഞാലും ആരൊക്കെ, നമുക്കറിയാലോ ആ മാൻഹോൾ വിഷയത്തിലുണ്ട അന്ന് മുതൽ വെള്ളാപ്പള്ളിയുടെ ഈ പറഞ്ഞ വർഗീയ നിലപാടുകളോട് കേരള സമൂഹം പ്രതികരിച്ചത് അതിരൂക്ഷമായിട്ടാണ്. അന്ന് അദ്ദേഹത്തിനെതിരെ കേസെടുക്കുക പോലും ചെയ്തു. അതിനുശേഷം നിലമ്പൂർ വിഷയം വന്നപ്പോഴും കേരള സമൂഹം എങ്ങനെയാണ് പ്രതികരിച്ചത്? നിലമ്പൂർ ജീവിക്കുന്ന അല്ലെങ്കിൽ മലബാറിൽ ജീവിക്കുന്ന മനുഷ്യർക്കൊക്കെ അറിയാം, അവിടെ ആരും അങ്ങനെ ശ്വാസം മുട്ടി ജീവിക്കുന്നില്ല. അതിൻ്റെ ഒരു ആവശ്യമില്ല. അവരത്രയും സുഖകരമായിട്ട്, നമുക്കറിയാമല്ലോ അവിടെയൊക്കെ കോഴിക്കോടൊക്കെ ഉള്ള ജീവിതം. അതായത് സത്യത്തിൽ കേരളത്തിൽ ഏറ്റവും നല്ല റിലേഷനുകളോടുകൂടി നല്ല മനുഷ്യബന്ധങ്ങളുള്ള സ്ഥലമാണ് മലബാറിന്റെ പല മേഖലകളും. എന്തൊരു സ്നേഹമുള്ള മനുഷ്യരാണ്, എന്ത് പരസ്പര വിശ്വാസമുള്ള മനുഷ്യരാണ്. അവിടെയൊക്കെ ജാതി നോക്കിയിട്ടും മതം നോക്കിയിട്ടും അവരുടെ വിശ്വാസം നോക്കിയിട്ടുമാണോ ആളുകൾ പരസ്പരം സ്നേഹിക്കുന്നതും വിശ്വസിക്കുന്നതും? അവരെന്തെല്ലാം പങ്കുവെച്ച് ഒരു നല്ല ഭക്ഷണം ഉണ്ടാക്കിയാൽ പോലും അടുത്തുള്ളവർക്ക് കൊടുത്ത് അങ്ങനെ വളരെ സ്നേഹത്തോടെ ജീവിക്കുന്ന ഒരു സമൂഹത്തെയാണ് അവിടെ ശ്വാസം മുട്ടി ജീവിക്കുകയാണ്. അവിടെ ഒരു നിലയ്ക്കും ജീവിക്കാൻ വയ്യ, അവിടെ വല്ലാത്ത ശുദ്ധമായി ശ്വസിക്കാൻ പറ്റുന്നില്ല, എങ്ങനെയൊക്കെയോ ജീവിച്ചു പോവുകയാണെന്ന് പറഞ്ഞ് ഞങ്ങൾക്കൊരു സ്ഥാപനം പോലും ഇല്ല എന്നൊക്കെ പറഞ്ഞു റഹ്മത്തുള്ള പറഞ്ഞ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചാണ്. അപേക്ഷിക്കാതെ കിട്ടില്ലല്ലോ. അപ്പോൾ ഇത് ബോധപൂർവമായിട്ടുള്ള അല്ലെങ്കിൽ അബദ്ധത്തിൽ വരുന്ന, അങ്ങനെ പ്രസംഗിച്ച് വരുമ്പോൾ വന്നു പോകുന്ന ഒരു 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 എന്താ പറയുക, ലൂസ് ടോക്ക് ഒന്നും അല്ല ഇത്. ഇത് ബോധപൂർവം ഞാൻ ഇന്നതേ പറയൂ, അത് മാത്രമേ പറഞ്ഞുകൊണ്ടിരിക്കൂ എന്ന് മനസ്സിൽ ഉറപ്പിച്ച് വെച്ചത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തികട്ടി വരുന്നതാണ്. അദ്ദേഹത്തിന്റെ മനസ്സിന്റെ ഉള്ളിൽ, അദ്ദേഹത്തിന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ ഇതിങ്ങനെ കിടക്കുകയാണ് ഈ വിഷം. അത് ഇടയ്ക്കിടയ്ക്ക് തികട്ടി വരുന്നു. അത് എവിടെയെങ്കിലുമൊക്കെ പറഞ്ഞില്ലെങ്കിൽ അദ്ദേഹത്തിന് ഉറങ്ങാൻ പറ്റുന്നില്ല. സത്യത്തിൽ എന്താ ഇവിടെ സംഭവിക്കുന്നത്? എന്തിനാണ് ഇതരം അത് വിദ്വേഷം? നമ്മുടെ സമൂഹത്തിന്റെ, കേരളത്തിന്റെ ഏറ്റവും വലിയ മഹത്വം തന്നെ ഈ ശ്രീനാരായണ ഗുരുവിനെ പോലെ, ചട്ടമ്പി സ്വാമികളെ പോലെയൊക്കെയുള്ള ആളുകൾ കേരളത്തിൽ, അയ്യങ്കാളിയെ പോലുള്ള ആളുകളൊക്കെ കേരളത്തിൽ ഉണ്ടായി എന്നുള്ളത് ഓർത്താണ് നമ്മളൊക്കെ അഭിമാനം കൊള്ളുന്നത്. ആ മനുഷ്യർക്കൊക്കെ ജന്മം കൊടുത്ത ശങ്കരാചാര്യരടക്കം, അതുപോലെ തന്നെ പള്ളിക്കൊപ്പം പള്ളിക്കൂടം തുടങ്ങിയ അങ്ങനെയുള്ള ക്രിസ്ത്യൻ മിഷണറിമാര്, അവർക്കൊക്കെ ജന്മം കൊടുത്ത, അവരുടെയൊക്കെ കർമ്മം കൊണ്ട് വളർന്ന ഈ കേരളത്തെ ചൊല്ലിയാണ് നമ്മൾ അഭിമാനം കൊള്ളുന്നത്.
അതിനെയാണ് ഏറ്റവും വലിയ മഹാഗുരുവിന്റെ ആ പരമ്പര അല്ലെങ്കിൽ അതിന്റെ പിൻഗാമിയായിട്ടുള്ള അദ്ദേഹം ഇങ്ങനെ വർഗീയത പറയുമ്പോൾ, ഇത്രത്തോളം ജാതി വിദ്വേഷം നിരന്തരം പുലമ്പിക്കൊണ്ടിരിക്കുമ്പോൾ കേരളം എങ്ങോട്ടാണ് പോകുന്നത്? സ്വാമി വിവേകാനന്ദൻ പറഞ്ഞതിനേക്കാൾ വലിയ അവസ്ഥയിലേക്കാണ് പോകുന്നത്. കേരളം ഒരു ഭ്രാന്താലയമാണ് എന്ന് വിവേകാനന്ദ സ്വാമികൾ ഒരിക്കൽ പറയേണ്ടി വന്നു. അതിനേക്കാൾ വലിയൊരു ഭ്രാന്താലയമാക്കി മാറ്റാൻ ഈ കേരളത്തെ അങ്ങനെ ആക്കി മാറ്റാനാണോ ഈ വെള്ളാപ്പള്ളിയെ പോലുള്ളവരൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്? ചില കാര്യങ്ങളിൽ ശരിയാണ്. ഈ പറഞ്ഞ സൂംബ നൃത്തത്തിന്റെ കാര്യത്തിൽ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ചില ആളുകൾ അനാവശ്യമായിട്ടുള്ള വിവാദങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിച്ചു എന്നുള്ളതൊരു വസ്തുതയാണ്. പക്ഷെ സർക്കാർ വഴങ്ങിയില്ലല്ലോ. അതുപോലെ തന്നെ ഇപ്പൊ ഈ സമയമാറ്റം, സ്വാഭാവികമായിട്ടും മന്ത്രി ശിവൻകുട്ടിയെ അഭിനന്ദിക്കണം. അദ്ദേഹം കർശനമായ നിലപാടാണ് സ്വീകരിച്ചത്. ഒരു വിട്ടുവീഴ്ചയില്ല. എല്ലാ കാര്യങ്ങളും നിങ്ങളല്ല തീരുമാനിക്കേണ്ടത് എന്ന് പറഞ്ഞതൊക്കെ നമുക്ക് അഭിനന്ദിക്കേണ്ട കാര്യമാണ്. മാത്രമല്ല, ചർച്ച ചെയ്യില്ല എന്ന് പറഞ്ഞപ്പോൾ ഒരു നിലപാടെടുത്തു. പക്ഷെ ഒരു ഘട്ടത്തിൽ വളരെ നിരുപാധികം ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന് പറഞ്ഞു. ചർച്ച ചെയ്യുന്നത് അത്ര വലിയൊരു തെറ്റല്ല എന്ന് നേരത്തെ രേണുക പറഞ്ഞതിനോട് ഞാൻ യോജിക്കുകയാണ്. ചർച്ചകൾ ചെയ്യണം. ജനാധിപത്യ സമൂഹത്തിൽ പരസ്പര ചർച്ചയിലൂടെ സമവായത്തിലൂടെ ഒരു അനുരഞ്ജനത്തിന്റെ വഴി തന്നെയാണ് ഏറ്റവും ഉത്തമം. ആരെയും ശത്രുപക്ഷത്ത് നിർത്തിക്കൊണ്ടല്ല, എല്ലാവരെയും കൂടെ നിർത്തിക്കൊണ്ടുള്ള ഒരു ഭരണം തന്നെയാണ് നല്ലത്. പക്ഷേ ഈ പറഞ്ഞ പോലെ റെജി ലൂക്കോസ് പറഞ്ഞതുപോലെ ഈ പറഞ്ഞ VD സതീശൻ ഈ പറഞ്ഞ അദ്ദേഹത്തിന്റെ കാല് നിൽക്കാൻ പോകുന്നു. ഞങ്ങളുടെ നേതാക്കൾ സദാ ഈ പറഞ്ഞ മതനിരപേക്ഷതയുടെ എന്താ പറയാ ഉദാഹരണങ്ങളായിട്ട്, മകുടോദാഹരണങ്ങളായിട്ട് വിലസുന്നു. ഈ നിലമ്പൂര് സംഭവത്തിന് ശേഷമാണല്ലോ ഈ പറഞ്ഞ കണിച്ചുകുളങ്ങരയിൽ പോയതും അദ്ദേഹം പറഞ്ഞ ഒരു സമുദായത്തിനെതിരെ അല്ല എന്നൊക്കെ പറഞ്ഞത്. ആരാതൊക്കെ ക്ഷമിക്കണം, നമുക്ക് ഓർമ്മയുണ്ട്. അപ്പൊ ഈ വക എങ്ങും തൊടാ ഇതൊന്നും കേരളം മറന്നിട്ടില്ല എന്ന കാര്യവും നമ്മൾ ഓർക്കണം. അപ്പൊ അദ്ദേഹത്തോട് ചില സോഫ്റ്റ് കോർണറൊക്കെ എല്ലാ കാലത്തും ഈ പറഞ്ഞ ഭരണകക്ഷിക്ക് ഉണ്ട്. അദ്ദേഹം പറയുന്ന പല കാര്യങ്ങളെയും വെള്ളം പൂശാനും അല്ലെങ്കിൽ അതിനെ സോഫ്റ്റൻ ചെയ്ത് അദ്ദേഹത്തെ ഈ പറഞ്ഞ രീതിയിൽ കൂടെ നിർത്താനുള്ള പരിശ്രമങ്ങൾ നടക്കുന്നുണ്ട്. ഉത്തരം അങ്ങനെ ഒരു രാഷ്ട്രീയ അജണ്ട കൂടി നിയമസഭാ തെരഞ്ഞെടുപ്പൊക്കെ അടുത്തു വരുന്ന ഘട്ടത്തിൽ ആവർത്തിച്ച് ഇത്തരം പരാമർശങ്ങൾ നടത്തുന്നതിലൂടെ ആ ഒരു രാഷ്ട്രീയ അജണ്ട കൂടി നടപ്പാക്കുകയാണോ വെള്ളാപ്പള്ളി നടേശൻ എന്ന് തോന്നിപ്പോകുന്നു. ഞാൻ റെജി ലൂക്കോസിലേക്ക് പറ്റുമെങ്കിൽ ഒരിക്കൽ കൂടി എത്തും. അതിനു മുൻപ് ശ്രീ KPO റഹ്മത്തുള്ള, നോക്കൂ, 23% ഈഴവർ ഉള്ള നാടാണ് നമ്മളുടേത്. അപ്പോൾ ഒരു വലിയ വോട്ട് ബാങ്ക് ആണ് എന്ന കാര്യത്തിൽ സംശയമില്ല. തിരുത്താൻ ഭരിക്കുന്ന പാർട്ടിയുടെ ആളുകളോ അല്ലെങ്കിൽ പ്രതിപക്ഷത്തിരിക്കുന്ന പാർട്ടികളോ മുന്നിട്ട് വരാത്തതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും അത് തന്നെ ആയിരിക്കില്ലേ? ഇപ്പോൾ ലീഗ് മുന്നണിയിലെ പ്രധാനപ്പെട്ട ഘടകകക്ഷിയാണ്. പറഞ്ഞതൊക്കെ വാസ്തവ വിരുദ്ധമാണ് എന്ന് കരുതി ആരെങ്കിലും ആർജവത്തോടെ അതിനെ എതിർക്കാൻ വന്നാൽ തെരഞ്ഞെടുപ്പ് വരുന്ന ഘട്ടമാണ്, അവർക്ക് തിരിച്ചടി നേരിടേണ്ടി വരും. മുഖ്യമന്ത്രി സ്ഥാനവും കോട്ടും ഒക്കെ തച്ച് കാത്തിരിക്കുന്നവരാണല്ലോ എല്ലാവരും. അത് തന്നെ ആയിരിക്കുമോ എല്ലാവരെയും പിന്നോട്ട് വലിക്കുന്നത്? ഈ ലീഗിനെ പോലും പിന്നോട്ട് വലിക്കുന്നത് ഒരു പക്ഷേ അത് തന്നെ ആയിരിക്കുമോ? രാഷ്ട്രീയ പാർട്ടികൾ എല്ലാ കാലത്തും വോട്ട് ബാങ്കുകളെ സ്വന്തം അണികളിൽ സ്വന്തം ഭാഗത്തേക്ക് കിട്ടുന്നതിന് വേണ്ടിയുള്ള പൊടിക്കൈകൾ എല്ലാ കാലത്തും ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ പ്രബല സമുദായമാണ് ഈഴവർ എന്നതിനെ നമുക്കൊരിക്കലും നിഷേധിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ SNDPയുടെ വോട്ട് എന്ന് പറയുന്നത് അല്ലെങ്കിൽ NSSന്റെ വോട്ട് എന്ന് പറയുന്നതൊക്കെ വളരെ നിർണായകമാണ്. കാരണം മൂന്നാം പിണറായി ഭരണം ഇല്ലാതിരിക്കാൻ ഏത് വിധേനയും എന്ത് അഡ്ജസ്റ്റ്മെന്റിനും തയ്യാറാവുക എന്ന ഒരു നിലപാടിലാണ് ഇപ്പോൾ UDF ഉള്ളത്. മാത്രമല്ല, ഇനിയും ഭരണം കിട്ടിയില്ലെങ്കിൽ മുന്നണി പോലും മാറേണ്ടി വരുമോ എന്ന സംശയവും അല്ലെങ്കിൽ ആ രീതിയിലുള്ള ചർച്ചകളും ഒക്കെ മുസ്ലിം ലീഗിനകത്തും നടക്കുന്നുണ്ട്. അപ്പോൾ വെള്ളാപ്പള്ളി നടേശനെ പോലെ ഒരാളെ പരസ്യമായി പിണക്കാനുള്ള ആർജവം മുസ്ലിം ലീഗ് നേതൃത്വം കാണിക്കുന്നില്ല എന്നതാണ് ഇന്ന് കുഞ്ഞാലിക്കുട്ടിയുടെ വാക്കുകളിൽ നിന്ന് ഞാൻ വായിച്ചെടുക്കുന്നത്. മാത്രമല്ല, കോൺഗ്രസ് നേതൃത്വം എല്ലാ കാലത്തും വെള്ളാപ്പള്ളിയുടെ പിന്തുണ തേടിയിട്ടുണ്ട്. വെള്ളാപ്പള്ളിയോടൊപ്പമാണ് നിൽക്കുന്നത്. CPM ആണെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ ഈഴവരെ അവഗണിച്ചുകൊണ്ട് അവർക്ക് കേരളത്തിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല. അപ്പോൾ അണിയറ ചർച്ചകളിലൂടെ വെള്ളാപ്പള്ളിയെ അനുനയിപ്പിക്കാൻ കഴിയുമോ എന്ന ഒരു നീക്കവും UDFന്റെയും ലീഗിന്റെയും കോൺഗ്രസിന്റെയും ഒക്കെ ഭാഗത്തു നിന്നുണ്ടാവും. അതുകൊണ്ട് പ്രാദേശികമായ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പും പിന്നീട് ഏതാനും മാസങ്ങൾക്ക് ശേഷം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പും ഒക്കെ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് മുസ്ലിം ലീഗ് മൗനം പാലിക്കുന്നത്. അതൊക്കെ കണ്ടുകൊണ്ട് SNDPയെയും വെള്ളാപ്പള്ളിയെയും അകറ്റേണ്ടതില്ല എന്ന രൂപത്തിലാണ് മുഖ്യമന്ത്രിയും പ്രതികരിച്ചു കൊണ്ടിരിക്കുന്നത്. കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് മുസ്ലിം ലീഗിനെതിരെ ഉയർന്ന ആരോപണങ്ങൾക്ക് ശക്തമായ മറുപടി പറയുന്ന അവസ്ഥ ഉണ്ടാകുമെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതില്ല.
PK ബഷീറിനെ പോലെ മുതിർന്ന മുസ്ലിം ലീഗ് നേതാവിന്റെ ഭാഗത്ത് നിന്ന് ശക്തമായ മറുപടി വന്നപ്പോൾ കുഞ്ഞാലിക്കുട്ടിയും മറ്റുമൊക്കെ ഇടപെട്ട് അതിനെ നോർമലൈസ് ചെയ്യുന്നതിനുള്ള പ്രസ്താവനകളൊക്കെ വരുമ്പോൾ നമ്മൾ വെള്ളാപ്പള്ളിയെ പൂർണ്ണമായും തള്ളിക്കളയാൻ അദ്ദേഹം SNDPയും അദ്ദേഹവും ഒക്കെ വോട്ട് ബാങ്ക് ആയി തുടരുന്നിടത്തോളം കാലം നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ തയ്യാറില്ല എന്നതാണ് സത്യം. അങ്ങനെ വെള്ളാപ്പള്ളി വർഗീയ വിദ്വേഷം നിരന്തരം പ്രചരിപ്പിക്കുന്നു എന്ന രീതിയിൽ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് അതിശക്തമായ നിയമ നിലപാടുകൾ നേരത്തെ ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം വീണ്ടും വീണ്ടും ഇത്തരം വിദ്വേഷ പ്രചരണങ്ങൾക്ക് മുതിരുമായിരുന്നില്ല എന്നതാണ് സത്യം. തീർച്ചയായും അത്തരം നിലപാടുകൾ ഉണ്ടാകുന്നില്ല, നടപടി ഉണ്ടാകുന്നില്ല. മാത്രവുമല്ല അതിനെ മറ്റൊരു രീതിയിൽ വ്യാഖ്യാനിക്കാനും അദ്ദേഹത്തിന്റെ ചടങ്ങിലെത്തി അദ്ദേഹത്തിന് ആദരവർപ്പിക്കാനുമാണ് ശ്രമം നടന്നത് എന്നത് നമ്മൾ കണ്ടതാണ്. ശ്രീ റെജി ലൂക്കോസ്, ഇവിടെ ഇപ്പോൾ സൂംബ നൃത്തത്തിന്റെ കാര്യത്തിൽ, സ്കൂൾ സമയക്രമത്തിന്റെ കാര്യത്തിലൊക്കെ വിദ്യാഭ്യാസ മന്ത്രി നിലപാട് പറഞ്ഞു. ആഹാ, നിലപാട് എന്ന് പറഞ്ഞ് നമ്മൾ അഭിമാനിക്കുന്നു, കോളർ പൊക്കുന്നു. അപ്പോ പക്ഷേ എന്തുകൊണ്ടാണ് അങ്ങനെ നിലപാടെടുക്കാൻ സാഹചര്യം ഒരുങ്ങുന്നത്? ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പായിരുന്നെങ്കിൽ അങ്ങനെ ഒരു നിലപാടെടുക്കുമോ? അങ്ങനെ ഒരു പ്രസ്താവന ഉണ്ടാകുമോ? ഇല്ല. അതിനുശേഷമുള്ള സാഹചര്യങ്ങൾ വിലയിരുത്തി നിലപാടുകളിൽ മാറ്റം വന്നു. ആ ഒരു ഘട്ടത്തിൽ നിന്നുകൊണ്ടാണ് അത്തരം നിലപാട് പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുന്നത്. പക്ഷേ ഇവിടെ ഇപ്പോൾ അതിനുശേഷമുള്ള സാഹചര്യത്തിൽ വെള്ളാപ്പള്ളിയെ തിരുത്തുക എന്നത് അസാധ്യമാകുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെടുകയും ചെയ്യുന്നു. നേരത്തെ കോടിയേരി ബാലകൃഷ്ണൻ ഉണ്ടായിരുന്നു, പറഞ്ഞത് തെറ്റാണ്, കേസെടുക്കണം എന്നാവശ്യപ്പെടാൻ. ഇന്ന് MP ഗോവിന്ദന് അതിന് കഴിയുന്നില്ല. അല്ല രേണുക, നിയമസഭാ തെരഞ്ഞെടുപ്പിന് 8 മാസം മാത്രമേ ബാക്കിയുള്ളൂ. ഈ 8 മാസത്തിന് മുമ്പാണ് ബഹുമാനപ്പെട്ട VS ശിവൻകുട്ടി ആ ഉറച്ച നിലപാടെടുത്തത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വോട്ട് ബാങ്ക് രാഷ്ട്രീയം ലക്ഷ്യം വെച്ചാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന സംസ്ഥയും അതുപോലെ തന്നെ ഈ മുസ്ലിം സംഘടനകൾ, ചില അപൂർവ സംഘടനകൾ എടുത്ത നിലപാടുകളെ അനുസരിച്ച് അവർക്ക് വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട് അവരുടെ മുമ്പിൽ നിങ്ങളുടെ ഇടതുപക്ഷത്തിന്റെ തന്നെ മാറിയ ചിന്താഗതിയാണ് നമ്മൾ അവിടെ കാണുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള ഘട്ടമെന്നും അതിനുശേഷമുള്ളതെന്നും ഞാൻ വ്യക്തമായി പറഞ്ഞുവല്ലോ. ന്യൂനപക്ഷങ്ങളെ പ്രീണിപ്പിക്കേണ്ട എന്നത് എടുത്ത തീരുമാനമാണല്ലോ. അതാ പറഞ്ഞ ആ വർഷം തീരുമാനമാണെന്ന് LDFന്റെ. അതാ ഞാൻ പറഞ്ഞത് 8 മാസം അകലെ മാത്രമേ ഉള്ളൂ ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പിന്. ആ തീരുമാനം എടുത്തിട്ടില്ലേ? പിന്നെ വെള്ളാപ്പള്ളി നടത്തിന്റെ പ്രസ്താവന ഞാൻ ചോദിക്കട്ടെ, വെള്ളാപ്പള്ളി നടേശന്റെ പ്രസ്താവനയ്ക്കും അതിലുപരിയായിട്ട് വർഗീയവാദികളായിട്ട് കൂട്ടുകെട്ടില്ലെന്ന് അവർ വോട്ട് വേണ്ടെന്ന് ഞങ്ങൾ ആ ഒരു തെരഞ്ഞെടുപ്പിന്റെ വക്കിൽ നിൽക്കുമ്പോൾ പ്രചരണത്തിന് പറഞ്ഞെങ്കിൽ ഇന്നിപ്പോ ഏതെങ്കിലും ഒരു കോൺഗ്രസ് നേതാവ് ഇദ്ദേഹത്തിനെതിരെ സംസാരിച്ചു കേട്ടിട്ടുണ്ടോ നിങ്ങള്? ഈ കേരളത്തിലെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ഒരു മതേതര സംഘടന അവകാശപ്പെടുന്ന കോൺഗ്രസ് നേതൃത്വം വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത് തെറ്റാണെന്ന് പറയാനുള്ള ആർജവം കാണിച്ചിട്ടുണ്ടോ? അത് തന്നെയല്ല, അന്ന് മലപ്പുറത്ത് എടക്കരയിൽ ഇദ്ദേഹം പ്രസംഗിച്ചപ്പോൾ അതിനെതിരെ ശക്തമായ നിലപാടെടുത്തത് ഒറ്റ രാഷ്ട്രീയ പ്രസ്ഥാനമേ ഉള്ളൂ പ്രതിപക്ഷത്തു നിന്ന്, അത് മുസ്ലിം ലീഗാ. പക്ഷെ അന്നും ഈ അത് തന്നെയാണല്ലോ ശ്രീ റെജി ലൂക്കോസ് നമ്മൾ ഇത്രയും നേരം ചർച്ച ചെയ്തത്. അത് തന്നെയാണല്ലോ ഞാൻ മറ്റ് പാനലിസ്റ്റുകളോടും ചോദിച്ചത്. ആരും അതിന് തയ്യാറാകുന്നില്ല. കോൺഗ്രസ് ചെയ്യുന്നത് തന്നെ ചെയ്യാനാണെങ്കിൽ ഞങ്ങൾ CPM ആണ്, ഇടതുപക്ഷമാണ്, നേരിന്റെ പക്ഷമാണെന്നൊന്നും പറയണ്ടല്ലോ. അപ്പോ ആർക്കും അതിനുള്ള ധൈര്യമില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായാലും നേരത്തെ നൽകിയ പിന്തുണയിൽ ആവർത്തിക്കുകയാണ് നിലപാട്. വെള്ളാപ്പള്ളി നടേശൻ വിദ്വേഷ പരാമർശം ആവർത്തിക്കുകയാണ്. സമയക്കുറവ് കൊണ്ടാണ് ഞാൻ ഇടപെട്ടത്. ശ്രീ റെജി ലൂക്കോസ്, വളരെ നന്ദി പങ്കെടുത്ത എല്ലാ പാനലിസ്റ്റുകൾക്കും. ഇടവേളയ്ക്ക് ശേഷം അടുത്ത വാർത്താ ബുള്ളറ്റിൻ കാണാം. നമസ്കാരം.